ഗാലറി ഇല്ല എങ്കിൽ പോലും കരയിൽ കാത്തു നിൽക്കുന്ന ടിക്കറ്റൊന്നും എടുക്കേണ്ടാത്ത സ്ഥലത്ത് ആളുകൾ വളരെ ലാഘവത്തോടു കൂടി വളരെ റിലാക്സ് ചെയ്തുകൊണ്ട് കളിവള്ളത്തെ ലക്ഷ്യമാക്കി നിൽക്കുകയാണ്. ഇതുവരെ ഒന്നാമത്തെ ഹീറ്റ്സ് ആരംഭിച്ചിട്ടില്ല. സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്. ഇതാ 4 കളിവള്ളങ്ങളും ഒരേ രീതിയിൽ സ്റ്റാർട്ടറുടെ വിസിലിനായി കാത്ത് തുഴകളൊക്കെ പൊക്കിപ്പിടിച്ച് അങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഒരു വിസിലടിക്ക് ഈ തുഴകളെല്ലാം ഏകദേശം ഒരു വള്ളത്തിലെ 100 തുഴകൾ 100 തുഴച്ചിൽക്കാരുടെ ഇരുകരകളിലെയും മുഴുവൻ ശക്തിയും ഈ തുഴയിൽ ആവാഹിച്ച് അവര് ആഞ്ഞ് വെള്ളത്തിലേക്ക് കുത്തുമ്പോൾ ഒരു കുതിച്ചു ചാട്ടം പോലെ ഈ കളിവള്ളങ്ങൾ, ഈ ചുണ്ടൻ വള്ളങ്ങൾ ചാടി മുന്നേറും. ആ ആദ്യത്തെ നിശ്ചലമായി കിടക്കുന്ന ആഞ്ഞലിത്തടിയിൽ തീർത്ത ഈ വളരെ ഭാരമുള്ള ഇതാ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ചുണ്ടൻ വള്ളങ്ങളുടെ ഒന്നാമത്തെ ഹീറ്റ്സ് ആരംഭിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ ട്രാക്കിൽ പായിപ്പാട് ചുണ്ടൻ, കുട്ടനാട് ബോട്ട് ക്ലബ്ബ് മാമ്പുഴക്കരി തുഴയുന്ന പായിപ്പാട് വള്ളം, റിയാസ് ക്യാപ്റ്റനായുള്ള പായിപ്പാട് വള്ളം ഒന്നാമത്തെ ട്രാക്കിലും, കാരിച്ചാൽ ചുണ്ടൻ കഴിഞ്ഞ വർഷത്തെ വിജയിയായ തമ്പി പൊടിപ്പാറ നയിക്കുന്ന കാരിച്ചാൽ ചുണ്ടൻ രണ്ടാം ട്രാക്കിലും, ആയാപറമ്പ് പാണ്ടി MK രാധാകൃഷ്ണൻ നയിക്കുന്ന SN ബോട്ട് ക്ലബ്ബ് ചമ്പക്കുളം തുഴയുന്ന ആയാപറമ്പ് പാണ്ടി രണ്ടാം ട്രാക്കിലും, ചെറുതന വള്ളം രാജു വടക്കത്ത് ക്യാപ്റ്റനായ ടൗൺ ബോട്ട് ക്ലബിന്റെ കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ ചെറുതന വള്ളം നാലാമത്തെ ട്രാക്കിലുമായി മത്സരിക്കുകയാണ്. അങ്ങ് കിഴക്ക് വശത്തുള്ള ഒന്നാം ട്രാക്കിലൂടെ പായിപ്പാട് ചുണ്ടനും പടിഞ്ഞാറേ അറ്റത്തുള്ള ചെറുതന നാലാമത്തെ ട്രാക്കിലൂടെ ചെറുതന വള്ളവും കടന്നു വരികയാണ്. ഒന്നാമത്തെ ട്രാക്കിൽ പായിപ്പാട്, രണ്ടാമത്തെ ട്രാക്കിൽ കാരിച്ചാൽ, മൂന്നാമത്തെ ട്രാക്കിൽ ആയാപറമ്പ് പാണ്ടി, നാലാമത്തെ ട്രാക്കിൽ ചെറുതന. പായിപ്പാട് വള്ളവും കാരിച്ചാലും ആയാപറമ്പ് പാണ്ടിയും ചെറുതനയും ഒരേ രീതിയിലാണ് ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത്. ഈ 4 കളിവള്ളങ്ങളും 4 ചുണ്ടൻ വള്ളങ്ങളും ഒരേ രീതിയിൽ ആ ഓരോ കളിവള്ളത്തിലുമുള്ള 100 ചില്ലുവാനം ആളുകൾ, 100 ചില്ലുവാനം തുഴച്ചിൽക്കാരുടെ സർവ്വശക്തിയും ആ നയമ്പുകളിൽ ആവാഹിച്ചുകൊണ്ട് പൊന്നമണൽ കായലിലെ കീറി മുറിച്ചുകൊണ്ട് കടന്നു വരികയാണ്. ഒന്നാമത്തെ ട്രാക്കിലുള്ള പായിപ്പാട് ചുണ്ടൻ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും പുതിയ ചുണ്ടനാണ്. പായിപ്പാട് വർഷങ്ങൾക്ക് മുൻപ് മുതലേ ഗോപാലകൃഷ്ണൻ എന്ന പേരിൽ വള്ളമുള്ള ഒരു സ്ഥലമായിരുന്നു പായിപ്പാട് ചുണ്ടൻ. കുട്ടനാട്ടിലെ ഏറ്റവും പുതിയ ചുണ്ടൻ വള്ളമായ പായിപ്പാട് ഒന്നാം ട്രാക്കിൽ, ഈ പുന്നമടക്കായലിന്റെ ഏത് കാലത്തെയും രോമാഞ്ചമായ കാരിച്ചാൽ രണ്ടാമത്തെ ട്രാക്കിൽ, അതുപോലെ തന്നെ ആയാപറമ്പ് പാണ്ടി മൂന്നാമത്തെ ട്രാക്കിൽ, ചെറുതന നാലാമത്തെ ട്രാക്കിൽ. ഇങ്ങനെ 4 കളിവള്ളങ്ങൾ കുട്ടനാട് ബോട്ട് ക്ലബ്ബ് തുഴയുന്ന, മാമ്പഴക്കരി ബോട്ട് ക്ലബ്ബ് തുഴയുന്ന റിയാസ് ക്യാപ്റ്റനായ പായിപ്പാട് ഒന്നാമത്തെ ട്രാക്കിലൂടെ കുതിച്ചു വരികയാണ്. ഇപ്പോൾ രണ്ടാമത്തെ ട്രാക്കിലുള്ള കാരിച്ചാലും നാലാമത്തെ ട്രാക്കിലുള്ള ചെറുതനയും അല്പം ലീഡ് നേടിയിട്ടുണ്ട്. എങ്കിലും ഏകദേശം 1350 മീറ്റർ ദൈർഘ്യമുള്ള ഈ നെട്ടയത്തിന്റെ കാൽഭാഗം മാത്രം പിന്നിട്ടിരിക്കുന്ന ഈ അവസരത്തിൽ ലീഡിന് ഒരു പ്രസക്തിയില്ല. ഇനിയും ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന ഒരു സാധ്യത നിലനിൽക്കുകയാണ്. 1975-ലും 76-ലും 80-ലും 82-ലും 83-ലും 84-ലും 86-ലും 87-ലും 2000-ലും 2001-ലും 2003-ലും അങ്ങനെ 12 പ്രാവശ്യം നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ വള്ളമാണ് കാരിച്ചാൽ ചുണ്ടൻ. ആ കാരിച്ചാൽ ചുണ്ടൻ ഇതാ രണ്ടാമത്തെ ട്രാക്കിലൂടെ മുന്നേറുകയാണ്. അതുപോലെ തന്നെ ആയാപറമ്പ് പാണ്ടി, SN ബോട്ട് ക്ലബ്ബ് ചമ്പക്കുളം തുഴയുന്ന ആയാപറമ്പ് പാണ്ടി മൂന്നാമത്തെ ട്രാക്കിൽ ഇപ്പോൾ പിന്നിട്ട് നിൽക്കുകയാണ്. ചെറുതനയും കാരിച്ചാലും പായിപ്പാടും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നാലും ഇപ്പോൾ രണ്ടാമത്തെ ട്രാക്കിലുള്ള കാരിച്ചാലും നാലാമത്തെ ട്രാക്കിലുള്ള ചെറുതനയുമാണ് ലീഡ് ചെയ്യുന്നത്. 27-ാം നമ്പർ വള്ളം ചെറുതന, രാജു വടക്കത്ത് ക്യാപ്റ്റനായുള്ള കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് തുഴയുന്ന ചെറുതന ഇപ്പോൾ കാരിച്ചാലിനെ പിന്തള്ളുവാനുള്ള ശ്രമത്തിലാണ്. 4 കളിവള്ളങ്ങളെയും ഒരേ രീതിയിലെന്ന് പറഞ്ഞുകൂടാ. ഇപ്പോൾ ആയാപറമ്പ് പാണ്ടി, മൂന്നാം ട്രാക്കിലുള്ള ആയാപറമ്പ് പാണ്ടി ഇപ്പോൾ ഏകദേശം നല്ല ഒരു പിന്നിലായിട്ടുണ്ട്, നല്ല നിലയിൽ പിന്നിലായിട്ടുണ്ട്. മറ്റ് 3 കളിവള്ളങ്ങളാണ് ലീഡ് ചെയ്യുന്നത്. ഒന്നാമത്തെ ട്രാക്കിലുള്ള പായിപ്പാടും കാരിച്ചാലും ചെറുതനയും ഇതാ 15-ാം നമ്പർ വള്ളം ചെറുതന പായിപ്പാടിനെ കവച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് കുതിക്കുകയാണ്. ചെറുതനയും കാരിച്ചാലും തമ്മിലുള്ള ഉഗ്രമായ ഒരു പോരാട്ടം. പായിപ്പാട് ഒട്ടും പിന്നിലല്ല. പായിപ്പാട്, കാരിച്ചാൽ, ചെറുതന 3 വള്ളങ്ങളുടെ മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. രാജു വടക്കത്ത് ക്യാപ്റ്റനായുള്ള ചെറുതന 4-ാം ട്രാക്കിലൂടെ മുന്നേറുമ്പോൾ രണ്ടാമത്തെ ട്രാക്കിൽ കാരിച്ചാൽ, തമ്പി പൊടിപ്പാറ നയിക്കുന്ന കാരിച്ചാൽ നേതൃത്വം നൽകുകയാണ്. 51.25 കോൽ നീളമുള്ള കാരിച്ചാൽ ചുണ്ടൻ ഒരു കാലത്ത് നെഹ്റു ട്രോഫിയുടെ ദ്വിതീയ
വിസ്മയമായി മാറിക്കൊണ്ടിരുന്ന അടുപ്പിച്ചടുപ്പിച്ച് നിരവധി തവണ ട്രോഫി കരസ്ഥമാക്കിയിട്ടുള്ള കാരിച്ചാലിനെ പിന്തള്ളുവാനുള്ള ചെറുതനയുടെ അത്യുഗ്രമായ ഒരു ശ്രമം. നാലാമത്തെ ട്രാക്കിലുള്ള ചെറുതന ഇപ്പോൾ ഇഞ്ചുകൾക്ക് മുൻപിലാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതാ ഒന്നാമത്തെ ട്രാക്കിലുള്ള പായിപ്പാടും രണ്ടാമത്തെ ട്രാക്കിലുള്ള ചെറുതനയും, നാലാമത്തെ ട്രാക്കിലുള്ള ചെറുതന തന്നെ നാലാമത്തെ ട്രാക്കിലുള്ള ചെറുതനയും രണ്ടാമത്തെ ട്രാക്കിലുള്ള കാരിച്ചാലും തമ്മിലുള്ള പോരാട്ടമാണ്. ഇപ്പോൾ പായിപ്പാടും അല്പം പിന്നിലാണ്, എങ്കിലും ചെറുതനയും കാരിച്ചാലുമാണ് ഇപ്പോൾ അല്പത്തിന് ലീഡ് ചെയ്യുന്നത്. ഏത് വള്ളവും ഏത് നിമിഷവും ഇനിയും ഏകദേശം വളരെ തുച്ഛമായ ഒരു ദൈർഘ്യം മാത്രമേ അവർക്ക് കടന്നു വരുവാൻ സാധിക്കുകയുള്ളൂ. വളരെ വാശിയേറിയ ഒരു മത്സരം. ഏത് കളിവള്ളം ജയിക്കുമെന്ന് പറയുവാൻ സാധിക്കില്ല. അതുപോലെ മൂന്ന് തുല്യ ശക്തികളുടെ ഒരു പോരാട്ടം പോലെ ഒന്നാമത്തെ ട്രാക്കിലുള്ള പായിപ്പാടും രണ്ടാമത്തെ ട്രാക്കിലുള്ള കാരിച്ചാലും നാലാമത്തെ ട്രാക്കിലുള്ള ചെറുതനയും തമ്മിലുള്ള പോരാട്ടം. ഏത് വള്ളമാണ് മുന്നിട്ടുക എന്ന് അറിഞ്ഞുകൂടാ. അതുപോലെ വാശിയേറിയ ഒരു പോരാട്ടം നടക്കുകയാണ്. ഇതാ ചെറുതന, നാലാമത്തെ ട്രാക്കിലുള്ള ചെറുതന മറ്റ് വള്ളങ്ങളെ പിന്നിലാക്കിക്കൊണ്ട് കാരിച്ചാലിനെയും പായിപ്പാടിനെയും പിന്നിലാക്കിക്കൊണ്ട് രാജു വടക്കത്തെ ക്യാപ്റ്റനായിട്ടുള്ള കുമരകം ബോട്ട് ക്ലബിന്റെ ചെറുതന ചുണ്ടൻ ഇതാ ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ്. ചെറുതന ചുണ്ടൻ തന്നെ വാശിയേറിയ ഒരു പോരാട്ടത്തിൽ ചുണ്ടൻ വള്ളങ്ങളുടെ ആദ്യപാദ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ്. രണ്ടാം സ്ഥാനത്ത് കാരിച്ചാൽ, മൂന്നാം സ്ഥാനത്ത് പായിപ്പാട്, നാലാം സ്ഥാനത്ത് ആയാപറമ്പ് ഇതുവരെ ഫിനിഷ് ചെയ്തിട്ടില്ല. വള്ളപ്പാടുകൾക്ക് പിന്നിലായി ആയാപറമ്പ് പാണ്ടിയും മുന്നോട്ട് വരികയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങ് ചുണ്ടൻ വള്ളങ്ങളുടെ രണ്ടാമത്തെ മത്സരവും ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യപാദ മത്സരത്തിലെ ചുണ്ടൻ വള്ളങ്ങൾ ആദ്യപാദ മത്സരത്തിലെ ഫോട്ടോ ഫിനിഷാണ്. ഒന്നാമതായി ചെറുതന, നാലാം ട്രാക്കിൽ വന്ന ചെറുതന. രണ്ടാം സ്ഥാനത്തേക്ക് കാരിച്ചാൽ, രണ്ടാം ട്രാക്കിലെ കാരിച്ചാൽ. മൂന്നാമതായി ഒന്നാം ട്രാക്കിലെ പായിപ്പാട്. ഇഞ്ചുകൾക്ക് പിന്നിലായി മൂന്ന് വള്ളങ്ങൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്നത് രണ്ടാമത്തെ ഹീറ്റ്സ് ആണ്. രണ്ടാമത്തെ ഹീറ്റ്സിന്റെ മത്സരം നടക്കുകയാണ്. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് കുളുങ്ങുന്ന് സെന്റ് ജോർജ്, ആലപ്പാട് പുത്തൻ ചുണ്ടൻ, ചമ്പക്കുളം എന്നീ വള്ളങ്ങളാണ്. ഇതിന്റെ ഒന്നാമത്തെ ട്രാക്കിലുള്ള പുളുങ്ങുന്നു വള്ളത്തിൽ മത്സരിക്കുന്നത് അബ്ദുൾ റഹ്മാൻ ക്യാപ്റ്റനായ നവോദയം ബോട്ട് ക്ലബ്ബ് പുളുങ്ങുന്നുകാരാണ്. എന്നാൽ രണ്ടാമത്തെ ട്രാക്കിലുള്ള സെന്റ് ജോർജ് ബോട്ട് ക്ലബ്ബിൽ തുഴയുന്നത് ജോസ് അത്തിക്കളം ക്യാപ്റ്റനായുള്ള സെന്റ് ജോർജ് ബോട്ട് ക്ലബ്ബ് അമിച്ചകരിയാണ്. മൂന്നാമത്തെ ട്രാക്കിലുള്ള ആലപ്പാട് പുത്തൻ ചുണ്ടനിൽ മത്സരിക്കുന്നത് പി സുനിൽ ക്യാപ്റ്റനായ ബ്രദേഴ്സ് ബോട്ട് ക്ലബ്ബ് പള്ളിപ്പാടാണ്. നാലാമത്തെ ട്രാക്കിലുള്ള ചമ്പക്കുളം വള്ളത്തിൽ തുഴയുന്നത് ജെയിംസ് കുട്ടി ജേക്കബ് തിരുവാർപ്പ് ബോട്ട് ക്ലബ്ബുകാരാണ്. താങ്ക് യു ജോ ജോസഫ്. ചുണ്ടൻ ഒന്നാം പാദ മത്സരം കഴിഞ്ഞപ്പോൾ 4 വള്ളങ്ങളാണ് ഒന്നാം പാദത്തിൽ മത്സരിച്ചത്. നാലാം ട്രാക്കിൽ മത്സരിച്ച ചെറുതന ഒന്നാം സ്ഥാനത്തെത്തിയപ്പോൾ രണ്ടാം ട്രാക്കിൽ മത്സരിച്ച കാരിച്ചാൽ രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. പായിപ്പാട ചുണ്ടൻ മൂന്നാമതും ആയാപറമ്പ് പാണ്ടി നാലാമതുമാണ് എത്തിയത്. വളരെയധികം ഹാട്രിക്കുകൾ നേടിയിട്ടുള്ള കാരിച്ചാൽ 1974, 75, 76, 80, 82, 83, 84, 86, 87, 2000, 2001, 2003 എന്നീ വർഷങ്ങളിലെ വിജയികളായിട്ടുള്ള നിലവിലുള്ള ജേതാക്കളായിട്ടുള്ള കാരിച്ചാൽ ആദ്യപാദ മത്സരത്തിൽ രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. ചെറുതന, കുമരകം ടൗൺ ബ്ലോക്ക് ബോട്ട് ക്ലബ്ബുകാർ തുടങ്ങിയ ചെറുതന ഒന്നാം സ്ഥാനത്തിൽ ആദ്യ ഹീറ്റ്സിലെത്തി. രണ്ടാമത്തെ ഹീറ്റ്സ് ചുണ്ടൻ രണ്ടാം പാദ മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. 4 വള്ളങ്ങളാണ് മത്സരിക്കുന്നത്. ഒന്നാം ട്രാക്കിൽ പുളിങ്ങുന്ന ചുണ്ടൻ 1966, 67, 69 എന്നീ വർഷങ്ങളിലെ നെഹ്റു ട്രോഫി ജേതാക്കളായിട്ടുള്ള പുളിങ്ങുന്ന ചുണ്ടൻ. നവോദയം ബോട്ട് ക്ലബ് തുഴയുന്ന പുളിങ്ങുന്ന ചുണ്ടൻ. അബ്ദുൾ റഹ്മാൻ ക്യാപ്റ്റനായിട്ടുള്ള പുളിങ്ങുന്ന ചുണ്ടൻ ഒന്നാം ട്രാക്കിൽ. സെയിന്റ് ജോർജ് 42 നമ്പർ വള്ളം സെയിന്റ് ജോർജ് ബോട്ട് ക്ലബ് അമിച്ചകേരി തുഴയുന്ന സെയിന്റ് ജോർജ് വള്ളം. ജോസ് അത്തിക്കളം ക്യാപ്റ്റനായിട്ടുള്ള സെയിന്റ് ജോർജ് ആണ് രണ്ടാം ട്രാക്കിൽ. ആലപ്പാട് പുത്തൻ ചുണ്ടൻ മൂന്നാം ട്രാക്കിൽ. രണ്ടാം നമ്പർ വള്ളം മൂന്നാം ട്രാക്കിൽ ആലപ്പാട് പുത്തൻ ചുണ്ടൻ 1997, 99 എന്നീ വർഷങ്ങളിലെ ജേതാക്കളായിട്ടുള്ള ആലപ്പാട് ചുണ്ടൻ മൂന്നാം ട്രാക്കിൽ തുഴയുന്നു. നാലാം ട്രാക്കിൽ പ്രശസ്തനായിട്ടുള്ള ചമ്പക്കുളം, മൂലം വള്ളങ്ങളിൽ ഈയടുത്ത ജേതാവായിട്ടുള്ള ചമ്പക്കുളം 1989, 90, 94, 95, 96, 98 എന്നീ വർഷങ്ങളിൽ നെഹ്റു ട്രോഫി ജേതാക്കളായിട്ടുള്ള ചമ്പക്കുളം ചുണ്ടൻ നാലാമത്തെ ട്രാക്കിൽ തുഴയുന്നു. തിരുവാർപ്പ് ബോട്ട് ക്ലബ്ബാണ് ഇത്തവണ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ചമ്പക്കുളം ചുണ്ടനെ എത്തിച്ചിരിക്കുന്നത്. ജെയിംസ് കുട്ടി ജേക്കബാണ് ക്യാപ്റ്റൻ. അങ്ങനെ 4
പ്രശസ്തമായിട്ടുള്ള വള്ളങ്ങൾ പങ്കെടുക്കുന്ന രണ്ടാം പാദ ചുണ്ടൻ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പത്തിനൊപ്പമുള്ള ഒരു മത്സരമല്ല ഇപ്പോൾ ഇവിടെ കാണുന്നത്. 4ാം ട്രാക്കിലുള്ള ചമ്പക്കുളം തന്നെയാണ് വ്യക്തമായിട്ടുള്ള ലീഡ്. തൊട്ടുപുറകിലായിട്ട് 3ാം ട്രാക്കിലുള്ള ആലപ്പാട് പുത്തൻചുണ്ടൻ, അതിന് പിന്നിൽ 2ാം ട്രാക്കിലെ സെയിന്റ് ജോർജ്, പുളിങ്ങുന്ന വള്ളം, ഒരു കാലത്തെ പ്രശസ്തനായിട്ടുള്ള പുളിങ്ങുന്ന വള്ളം 4ാമതായിട്ടാണ് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ 4ാം ട്രാക്കിലെയും 3ാം ട്രാക്കിലെയും വള്ളങ്ങൾ തമ്മിലുള്ള ഒരു മത്സരമായി മാറിയിരിക്കുകയാണ് ചുണ്ടൻ 2ാം പാദ മത്സരം. നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം 2004 ചുണ്ടൻ 2ാം പാദ മത്സരത്തിന്റെ ഹീറ്റ്സ് ആണ് നമ്മളിപ്പോൾ ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ടുള്ള ലീഡ് നേടിയിരിക്കുകയാണ് ചമ്പക്കുളം. ജലമേളകളിൽ വളരെ പ്രസക്തിയുള്ള വള്ളമാണ് ചമ്പക്കുളം. 1989, 90, 91, 94, 95, 96, 98 വർഷങ്ങളിലെ ജേതാക്കളായിട്ടുള്ള 2 ഹാട്രിക്കുകൾ നേടിയിട്ടുള്ള ചമ്പക്കുളം മുന്നിലാണ്. വ്യക്തമായിട്ടുള്ള ലീഡ് നേടിക്കൊണ്ട് ഇതാ ചമ്പക്കുളം ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിച്ചേരുകയാണ്. ചമ്പക്കുളം ചുണ്ടൻ, അത് ചമ്പക്കുളം ചുണ്ടൻ തന്നെ 2ാം പാദ മത്സരം ചുണ്ടൻ സെക്ഷനിൽ ചമ്പക്കുളം 1ാമതായി എത്തിയിരിക്കുന്നു. 2ാമതായിട്ട് ഇതാ 3ാമത്തെ ട്രാക്കിലുള്ള ആലപ്പാട് ചുണ്ടൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 97, 99 വർഷത്തിലെ ജേതാക്കളായിട്ടുള്ള ആലപ്പാട് പുത്തൻചുണ്ടൻ ഫിനിഷിംഗ് പോയിന്റിന് സമീപം എത്തുന്നതേയുള്ളൂ. ചമ്പക്കുളത്തിന്റെ വാശിയും വീറുമൊന്നും ആലപ്പാട് പുത്തൻചുണ്ടൻ തുഴക്കാരയിൽ കാണുന്നില്ല. ബ്രദേഴ്സ് ബോട്ട് ക്ലബ് പള്ളിപ്പാട് നയിക്കുന്ന ആലപ്പാട് പുത്തൻചുണ്ടൻ ഇതാ 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. 2ാമത്തെ ട്രാക്കിൽ നടുഭാഗം, 3ാമത്തെ ട്രാക്കിൽ ശ്രീ ഗണേശ്, 4ാമത്തെ ട്രാക്കിൽ ജവഹർ തായങ്കരി. ഇങ്ങനെ 4 കളിവള്ളങ്ങളാണ് ഈ ചുണ്ടൻ വള്ളങ്ങളുടെ 3ാമത്തെ മത്സരത്തിൽ, 3ാം പാദ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. 1ാമത്തെ ട്രാക്കിലുള്ള കല്ലൂപ്പറമ്പൻ വള്ളത്തിൽ തുഴയുന്നത് ജോയി കരോട്ടുകുന്നൽ ക്യാപ്റ്റനായ സന്തോഷ് ബോട്ട് ക്ലബ്ബ് ചെങ്ങളങ്കാരാണ്. കുമരകത്തിനടുത്തുള്ള കോട്ടയം ജില്ലയിലെ ചെങ്ങളങ്കാര്. അതുപോലെ 2ാമത്തെ ട്രാക്കിലുള്ള നടുഭാഗം വള്ളത്തിൽ തുഴയുന്നത് ലിയോ കടുക്കത്തറ ക്യാപ്റ്റനായിട്ടുള്ള ചമ്പക്കുളം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമൊക്കെയാണ്. 3ാമത്തെ ട്രാക്കിലുള്ള ശ്രീ ഗണേശ് വള്ളത്തിൽ, ശ്രീ ഗണേശ് എന്ന് പറഞ്ഞാൽ പഴയ പായിപ്പാട് വള്ളം, അതിൽ തുഴയുന്നത് PJ ജോർജ് ക്യാപ്റ്റനായ ഐമനം ബോട്ട് ക്ലബ്ബ് കോട്ടയംകാരാണ്. 4ാമത്തെ ട്രാക്കിലുള്ള ജവഹർ തായങ്കരി വള്ളത്തിൽ തുഴയുന്നത് ശ്രീ ഗോകുലം ഗോപാലൻ ക്യാപ്റ്റനായ കുമരകം ബോട്ട് ക്ലബ്ബ് കുമരകംകാരാണ്. കോട്ടയം ജില്ലയിലെ അല്ലെങ്കിൽ കോട്ടയം പട്ടണത്തിന്റെ സമീപ പ്രദേശങ്ങളിലുള്ള ഗ്രാമങ്ങളിലെ 3 ടീമുകളും കുട്ടനാട്ടിന്റെ മധ്യഭാഗത്തുള്ള ചമ്പക്കുളത്തെ ഒരു ടീമും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. വളരെ വാശിയേറിയതും വളരെ ആവേശം ജനിപ്പിക്കുന്നതുമായ ഒരു മത്സരമാണ് നടക്കുന്നത്. 4 കളിവള്ളങ്ങളും ഏകദേശം ഒരേ രീതിയിൽ, കഴിഞ്ഞ ഹീറ്റ്സിൽ നിന്ന് വ്യത്യസ്തമായി ഏകദേശം ഒരേ രീതിയിലാണ് ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത്. 1ാമത്തെ ട്രാക്കിലുള്ള കല്ലൂപ്പറമ്പനും വിജയത്തിന്റെ ഒരു 100 കഥകൾ പറയാനുള്ള ചരിത്രമുണ്ട്. എന്നാൽ 2ാമത്തെ ട്രാക്കിലുള്ള നടുഭാഗം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പോട് കൂടിയ വെള്ളിയിൽ തീർത്ത ആ ട്രോഫി കരഗതമാകുവാൻ ഭാഗ്യം ലഭിച്ച ഒരു വള്ളമാണ്. ഒരുപക്ഷെ നെഹ്റു ട്രോഫിയുടെ ആദ്യത്തെ വിജയി. ഏറ്റവും ആദ്യം ചരിത്രത്തിൽ എവിടെ നെഹ്റു ട്രോഫിയെ പറ്റി സംസാരിച്ചാലും ഒരിക്കലും അവഗണിക്കാൻ പറ്റാത്ത നടുഭാഗം ചുണ്ടൻ 2ാമത്തെ ട്രാക്കിൽ. അതുപോലെ 3ാമത്തെ ട്രാക്കിൽ ശ്രീ ഗണേശ്, 4ാമത്തെ ട്രാക്കിൽ ജവഹർ തായങ്കരി. ഇപ്പോൾ 1ാമത്തെ ട്രാക്കിലുള്ള കല്ലൂപ്പറമ്പനാണ് അല്പം മുന്നിൽ നിന്ന് തോന്നുന്നു. അതല്ല, കല്ലൂപ്പറമ്പനും കാരിച്ചാലും ഒരേ രീതിയിൽ, അല്ലെങ്കിൽ കല്ലൂപ്പറമ്പനും ജവഹർ തായങ്കരിയും ഒരേ രീതിയിലാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 1ാമത്തെ ട്രാക്കിലുള്ള കല്ലൂപ്പറമ്പന് 51.25 കോൽ നീളമുള്ള വള്ളമാണ്. അതുപോലെ തന്നെ ജവഹറിനും ഏകദേശം ആ നീളം തന്നെയാണ്. അതുപോലെ 100-ൽ താഴെ തുഴച്ചിക്കാരാണ് ഈ 2 കളിവള്ളങ്ങളിൽ പങ്കെടുക്കുന്നത്. ഏകദേശം ഒരേ രീതിയിലുള്ള ഒരേ തരത്തിലുള്ള തുഴച്ചിൽക്കാർ, അതായത് വേമ്പനാട് കായലിൽ പണിയെടുക്കുന്ന നിത്യവും പണിയെടുക്കുന്ന കായലിന്റെ അടിത്തട്ടുകളിൽ മുങ്ങിത്താഴ്ന്ന് ശ്വാസം പിടിച്ച് കക്ക വാരുകയും മണൽ വാരുകയും ഒക്കെ ചെയ്യുന്ന കർഷക തൊഴിലാളികളും ഒക്കെ പങ്കെടുക്കുന്ന തുഴയുന്ന ഈ വള്ളങ്ങളാണ് ഈ 3 വള്ളങ്ങൾ, കല്ലൂപ്പറമ്പനും ശ്രീ ഗണേശും ജവഹർ തായങ്കരിയും ഒക്കെ. ആ 3 വള്ളങ്ങളിൽ ഇപ്പോൾ ഏകദേശം ഒരേ രീതിയിലാണ് മുന്നേറുന്നത് എന്ന് പറയാമെങ്കിലും 2ാമത്തെ ട്രാക്കിലുള്ള നടുഭാഗം അല്പം പിന്നിലാണ്. നടുഭാഗത്തിനെ മറ്റ് കോട്ടയംകാർ, പ്രത്യേകിച്ച് അവർ വിദ്യാർത്ഥികളാണ്, സ്വാഭാവികമായി അവർ പിന്നിൽ പോകാൻ
സാധ്യതയുണ്ട്. ഇപ്പോൾ നാലാമത്തെ ട്രാക്കിലുള്ള ജവഹർ തായങ്കരി, അതെ, കുമരകം ബോട്ട് ക്ലബ്ബ് തുഴയുന്ന ജവഹർ തായങ്കരി ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ്. അതിന് തൊട്ടടുത്ത് ഒന്നാമത്തെ ട്രാക്കിലുള്ള കല്ലുപ്പറമ്പനും ശ്രീഗണേശും കല്ലുപ്പറമ്പനും തമ്മിൽ രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഇപ്പോൾ ജവഹർ തായങ്കരിയാണ് അല്പം ലീഡ് ചെയ്യുന്നത്. ഇനിയും അട്ടിമറികളൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു പോരാട്ടമാണ്. ജവഹർ തായങ്കരിയെ പറ്റി പറയുമ്പോൾ കാരിച്ചാലിനെ പോലെ തന്നെ നിരവധി തവണ ഒരു കാലത്ത് 80കളിലും 70കളുടെ അവസാന കാലഘട്ടത്തിലും രണ്ടാമത്തെ പകുതിയിലുമൊക്കെ പുന്നമടക്കായലിൽ നിത്യവും ഒരു സ്ഥിര വൈരികളെ പോലെ പോരാടിക്കൊണ്ടിരുന്ന വള്ളങ്ങളാണ് ജവഹർ തായങ്കരിയും കാരിച്ചാലും. ഇടക്കാലം കൊണ്ട് ക്ഷീണിതരായി പിന്നിൽ പോയെങ്കിൽ പോലും വീണ്ടും പുതുക്കിപ്പെടുന്നത് കൂടുതൽ ആവേശത്തോടു കൂടി തുഴഞ്ഞ് 77ലും 78ലും 85ലും നെഹ്റു ട്രോഫി നേടിയ ആ ചരിത്രം ആവർത്തിക്കുവാൻ വേണ്ടി കുമരകംകാര് ഈ നെഹ്റു ട്രോഫി കരസ്ഥമാക്കുവാൻ വേണ്ടി ഇക്കുറി നെഹ്റു ട്രോഫി കരസ്ഥമാക്കുവാൻ വേണ്ടി ജവഹർ തായങ്കരിയിൽ എത്തുകയാണ്. വളരെ വാശിയേറിയ ഒരു തുഴച്ചിൽ തുഴഞ്ഞുകൊണ്ട് കുട്ടനാട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കൊത്തിത്തുഴയുക എന്ന് പറയും. കൈനകരി UBC ക്ലബ്ബുകാരാണെങ്കിൽ വെള്ളത്തിൽ ആഞ്ഞ് താഴ്ത്തി വലിക്കുക എന്നുള്ള രീതിയിലാണ് തുഴയുന്നത്. ഇവര് കൂടുതൽ എണ്ണം തുഴകൾ ഇട്ടുകൊണ്ട് തന്നെ കൊത്തി ആ കൊത്തുന്ന ചെറിയ സമയമാണെങ്കിൽ പോലും കൂടുതൽ ശക്തി ആ സമയത്ത് ഉൾക്കൊണ്ടുകൊണ്ട് തുഴച്ചിലിൽ ആവാഹിച്ചുകൊണ്ട് തുഴഞ്ഞ് മുന്നേറുകയാണ്. കരുത്തന്മാരായ കുമരകം ടീം, ശ്രീ ഗോപാലന്റെ നേതൃത്വത്തിലുള്ള കുമരകം ടീം ഇതാ ജവഹർ തായങ്കരിയിൽ തുഴഞ്ഞ് മുന്നേറുകയാണ്. മറ്റ് കളിവള്ളങ്ങളെ പിന്നിലാക്കി ആദ്യം നിന്ന ആവേശങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് ഇതാ ജവഹർ തായങ്കരി, നാലാമത്തെ ട്രാക്കിലുള്ള ജവഹർ തായങ്കരി, 41ാം നമ്പർ വള്ളം ജവഹർ തായങ്കരി മറ്റ് വള്ളങ്ങളെ തുല്യത പാലിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കല്ലുപ്പറമ്പിനെയും ശ്രീഗണേശിനെയും ഒക്കെ വള്ളപ്പാടുകൾക്ക് പിന്നിലാക്കിക്കൊണ്ട് ജവഹർ തായങ്കരി കുതിച്ചു മുന്നേറുകയാണ്. ഒരേ താളത്തിൽ ക്ഷീണമെന്തെന്നറിയാതെ ആ സ്റ്റാമിന നിലനിർത്തിക്കൊണ്ട് കായൽ പരപ്പിൽ കക്ക വാരുന്ന അതേ ലാഘവത്തോടു കൂടി തന്നെ ഈ ജവഹർ തായങ്കരിയെ മുന്നോട്ട് നയിച്ചുകൊണ്ട് മൂന്നാമത്തെ ഹീറ്റ്സിൽ ഇതാ ഒന്നാം സ്ഥാനത്തേക്ക് കുമരകത്തിന്റെ ചുഴൽക്കുട്ടന്മാർ ജവഹർ തായങ്കരിക്ക് പുതിയൊരു ഉണർവ് നൽകിക്കൊണ്ട് പുതിയൊരു ചരിത്രം സൃഷ്ടിക്കുവാൻ വേണ്ടി ജവഹർ തായങ്കരിയുമായി ഇതാ ഇവിടെ എത്തി മൂന്നാമത്തെ ഹീറ്റ്സിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ്. രണ്ടാമതായി തുഴഞ്ഞ് മുന്നേറുന്നത് മൂന്നാമത്തെ ട്രാക്കിലുള്ള ശ്രീഗണേശാണ്. 31 ഇപ്പോൾ രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് ശ്രീഗണേശ് വള്ളമാണ്. മൂന്നാമത്തെ സ്ഥാനത്തിനായി കല്ലൂപ്പറമ്പൻ. എല്ലാ വള്ളവും അത്രയൊന്നും ആവേശം സമ്മാനിക്കുവാൻ ഈ തൊഴിച്ചിൽക്കാർക്ക് സാധിച്ചില്ല. നിർഭാഗ്യവാന്മാരെ ശക്തന്മാരുടെ മുൻപിൽ പതറിപ്പോയ മറ്റ് വള്ളങ്ങൾ വളരെ ആവേശമൊന്നും സമ്മാനിക്കുവാൻ സാധിച്ചില്ലെങ്കിലും വളരെ ആവേശകരമായ ഒരു തുഴച്ചിലോടുകൂടി തന്നെ ഇപ്പോൾ നാലാമത്തെ സ്ഥാനത്തേക്ക് വിദ്യാർത്ഥികൾ, വരും തലമുറയുടെ, ഇനിയും അവർക്ക് നിരവധി കാലമുണ്ട്. നടുഭാഗം വള്ളത്തിൽ വിദ്യാർത്ഥികൾ തുഴഞ്ഞ് നാലാം സ്ഥാനത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചമ്പക്കുളത്തെ സ്കൂൾ വിദ്യാർത്ഥികൾ ഒരിക്കലും തുല്യമായ, ഒരിക്കലും ഒരു വിധത്തിലും തുല്യമല്ലാത്ത, ശാരീരികമായും ജീവിത രീതി കൊണ്ടുമൊന്നും ഒരിക്കലും തുല്യമല്ലാത്ത ഈ കുട്ടികളുമായി മത്സരിക്കുവാൻ അല്ലെങ്കിൽ വലിയവരോടുകൂടി മത്സരിക്കുവാൻ ഇവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് അവർ നാലാം സ്ഥാനത്ത് വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇതാ ചരിത്രം ആദ്യ ട്രോഫി നേടിയ നടുഭാഗം ചുണ്ടൻ നാലാം സ്ഥാനത്തേക്ക്. ചുണ്ടൻ വള്ളങ്ങളുടെ വാശിയേറിയ മത്സരത്തിൽ ജവഹർ തായങ്കരി ഒന്നാം സ്ഥാനവും ശ്രീഗണേശ് രണ്ടാം സ്ഥാനവും കല്ലൂപ്പറമ്പൻ മൂന്നാം സ്ഥാനവും നടുഭാഗം നാലാം സ്ഥാനവും കരസ്ഥമാക്കിയിരിക്കുകയാണ്. അത്രയൊന്നും ആവേശം ഇല്ലാതിരുന്ന മൂന്നാമത്തെ ആദ്യ മത്സരത്തിൽ വളരെ വാശിയേറിയ ഒരു പോരാട്ടമായിരുന്നു നടന്നത്. അത് കഴിഞ്ഞുള്ള 2 ഹീറ്റ്സുകളും ആവേശമൊന്നും അത്രയൊന്നും പങ്കുവെക്കാത്ത ഒരു പ്രകടനമാണ് ഇവിടെ കാഴ്ചവെച്ചത്. തുല്യ ശക്തികളല്ലാത്ത ടീമുകളായിരുന്നു, തുല്യ ക്വാളിറ്റി ഇല്ലാത്ത വള്ളങ്ങളായിരുന്നു. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വാശിയേറിയൊരു പോരാട്ടം രണ്ടാമത്തെയും മൂന്നാമത്തെയും ഹീറ്റ്സിൽ സമ്മാനിക്കുവാൻ ചുണ്ടൻ വള്ളങ്ങൾക്ക് കഴിഞ്ഞില്ല. എങ്കിൽ ആദ്യപാദ മത്സരത്തിൽ വളരെ വാശിയേറിയൊരു പോരാട്ടമാണ് നടത്തി. കാരിച്ചാലും ചെറുതനയും ആയപറമ്പ് പാണ്ടിയും വായ്പാട് ചുണ്ടനും ഒക്കെ പങ്കെടുത്ത ആദ്യപാദ ഹീറ്റ്സിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ചെറുതന. ഇഞ്ചുകൾക്ക് മുന്നിലായി ആദ്യപാദ ഹീറ്റ്സിൽ ഒന്നാം സ്ഥാനത്ത് ചെറുതനയെത്തി. രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് കാരിച്ചാൽ ചുണ്ടൻ, മൂന്നാം സ്ഥാനം നേടിയത് വായ്പാട് ചുണ്ടൻ, നാലാമത്തെത്തിയത് ആയാവറമ്പ് പാണ്ടി. അതുപോലെ ചുണ്ടൻ വള്ളങ്ങളുടെ രണ്ടാമത്തെ ഹീറ്റ്സിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ചമ്പക്കുളം വള്ളമാണ്. തിരുവാർപ്പ് ബോട്ട് ക്ലബിന്റെ ചമ്പക്കുളം
ചുണ്ടൻ വള്ളങ്ങളുടെ രണ്ടാമത്തെ ഹിറ്റ്സിൽ ഒന്നാം സ്ഥാനത്തെത്തി. ആലപ്പാട് ചുണ്ടന് രണ്ടാം സ്ഥാനത്ത്, സെന്റ് ജോർജ് മൂന്നാമത്, പുളുങ്ങുന്നു നാലാമത്. ചുണ്ടൻ വള്ളങ്ങളുടെ മൂന്നാമത്തെ ഹിറ്റ്സിൽ ഒന്നാമതെത്തിയത് ജവഹർ തായങ്കരി, രണ്ടാമതെത്തിയത് ശ്രീഗണേശ്, കല്ലൂപ്പറമ്പൻ മൂന്നാമത്, നടുഭാഗം നാലാമത്. ഇനിയും ചുണ്ടൻ വള്ളങ്ങളുടെ നാലാമത്തെ ഹിറ്റ്സാണ് നടക്കുവാനുള്ളത്. വള്ളങ്ങളുടെ നാലാമത്തെ ഹീറ്റ്സ് ആരംഭിക്കുവാൻ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ചുണ്ടൻ വള്ളങ്ങളുടെ നാലാമത്തെ ഹിറ്റ്സ് ആരംഭിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ ട്രാക്കിൽ ആയാപറമ്പ് വലിയ ദിവാഞ്ചി, രണ്ടാമത് ആനാരി പുത്തൻ ചുണ്ടൻ, മൂന്നാമത്തെ ട്രാക്കിൽ കരുവാറ്റ ചുണ്ടൻ, നാലാമത്തെ ട്രാക്കിൽ വെള്ളംകുളങ്ങര. ഇങ്ങനെ 4 കളിവള്ളങ്ങളാണ് ഈ നാലാമത്തെ ഹിറ്റ്സിൽ പങ്കെടുക്കുന്നത്. ഒന്നാമത് ആയാപറമ്പ് വലിയ ദിവാഞ്ചി UBC കൈനകരി, യുണൈറ്റഡ് ബോട്ട് ക്ലബ്ബ് കൈനകരിയാണ് ആ വള്ളവുമായി മത്സരിക്കുവാനായി എത്തിയിട്ടുള്ളത്. എന്നാൽ രണ്ടാമത്തെ ട്രാക്കിലുള്ള ആനാരി പുത്തൻ ചുണ്ടൻ വള്ളത്തിൽ മത്സരിക്കുന്നത് ലൂർദ് മാത യുവജന ബോട്ട് ക്ലബ്ബ് ചേന്നങ്കരിക്കാരാണ്. മൂന്നാമത്തെ ട്രാക്കിലുള്ള കരുവറ്റ വള്ളത്തിൽ തുഴയുന്നത് കണ്ടങ്കരി ബോട്ട് ക്ലബ്ബുകാരാണ്. നാലാമത്തെ ട്രാക്കിലുള്ള വെള്ളംകുളങ്ങര വള്ളവുമായി ഇവിടെ മത്സരിക്കുവാൻ എത്തിയിട്ടുള്ളത് നാട്ടകം ബോട്ട് ക്ലബ്ബ് കോട്ടയമാണ്. ഇത് ഈ ഹീറ്റ്സിൽ മറ്റ് ഹീറ്റ്സിൽ നിന്ന് വിഭിന്നമായി ഒരു കോട്ടയംകാരും 3 കുട്ടനാട്ടുകാരും, UBC കൈനകരി, യുണൈറ്റഡ് ബോട്ട് ക്ലബ്ബ് കൈനകരി, ഒരുപക്ഷെ കുമരകം ബോട്ട് ക്ലബ്ബും കൈനകരി UBCയുമാണ് ഇന്നും ഈ കളിവള്ളങ്ങളുടെ താരങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തുഴച്ചിൽക്കാരുടെ താരങ്ങൾ എന്ന് പറയുന്നത്, ടീമുകളുടെ താരങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ കുട്ടനാട്ടിലെ ഏറ്റവും ശക്തമായ UBC യുണൈറ്റഡ് ബോട്ട് ക്ലബ്ബ് കൈനകരി എത്തിയിരിക്കുന്നത് ആയാപറമ്പ് വലിയ ദിവാഞ്ചി വള്ളത്തിലാണ്. R വിശാഖനാണ് അതിന് നേതൃത്വം നൽകുന്നത്. രണ്ടാമത്തെ ട്രാക്കിലുള്ള ആനാരി പുത്തൻ ചുണ്ടന്റെ ക്യാപ്റ്റൻ അനിലച്ചനാണ്. ലൂർദ് മാത യുവജന ബോട്ടിന് വേണ്ടി ആണ് അദ്ദേഹം ഈ വള്ളവുമായി ഇവിടെ എത്തുന്നത്. ചേന്നങ്കരിക്കാരാണ് തുഴയുന്നത്. മൂന്നാമത്തെ ട്രാക്കിലുള്ള കരുവേറ്റ വള്ളത്തിൽ തുഴയുന്നത് കണ്ടങ്കരിക്കാരാണ്. കണ്ടങ്കരിക്കാർക്ക് സ്വന്തമായി ഒരു വള്ളമുണ്ടായിരുന്നു, ഇപ്പോൾ അത് നിലവിലില്ല. KK കുറുപ്പ് ക്യാപ്റ്റനായുള്ള കണ്ടങ്കരി ക്ലബ്ബ് തന്നെയാണ് ഈ കരുവേറ്റ ചുണ്ടൻ വാടകയ്ക്കെടുത്ത് തുഴഞ്ഞ് മത്സരിക്കുന്നത്. എന്നാൽ നാലാമത്തെ ട്രാക്കിലുള്ള വെള്ളംകുളങ്ങര വള്ളത്തിൽ മത്സരിക്കുന്നത് പാലക്കുടി കറിയാച്ചൻ ക്യാപ്റ്റനായിട്ടുള്ള നാട്ടകം ബോട്ട് ക്ലബ്ബുകാരാണ്. ഈ ബോട്ട് ക്ലബ്ബുകളെല്ലാം തന്നെ നിരവധി തവണ ട്രോഫി കരസ്ഥമാക്കിയിട്ടുള്ള ബോട്ട് ക്ലബ്ബുകാരാണ്, പ്രത്യേകിച്ചും UBC കൈനകരി. അങ്ങനെ 1979 നെഹ്റു ട്രോഫി UBC കൈനകരി നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി വർഷം, എണ്ണിയാലൊടുങ്ങാത്ത വർഷം നെഹ്റു ട്രോഫിയിൽ വന്ന് ട്രോഫി കരസ്ഥമാക്കുകയും 1, 2, 3 സ്ഥാനങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള യുണൈറ്റഡ് ബോട്ട് ക്ലബ്ബ് കൈനകരി ആയാപറമ്പ് വലിയ ദിവാഞ്ചി വള്ളവുമായി ഒന്നാമത്തെ ട്രാക്കിൽ ഇപ്പോൾ വരികയാണ്. ഇപ്പോൾ ഒന്നാമത്തെ ട്രാക്കിലുള്ള വലിയ ദിവാഞ്ചി തന്നെയാണ് അല്പം മുന്നിൽ എന്ന് പറയാം. വലിയ ദിവാഞ്ചിയും നാലാമത്തെ ട്രാക്കിലുള്ള വെള്ളംകുളങ്ങരയുമാണ് ഇപ്പോൾ ഒന്നിച്ചു പോരാടുന്നത്. ഇപ്പോൾ നാലാമത്തെ ട്രാക്കിലുള്ള വെള്ളംകുളങ്ങര അല്പം മുന്നിട്ട് നിൽക്കുകയാണ്. നാട്ടകം ബോട്ട് ക്ലബ്ബുകാരുടെ വെള്ളംകുളങ്ങര, പഴയ നെപ്പോളിയൻ. അതുപോലെ രണ്ടാമത്തെ ട്രാക്കിലുള്ള ആനാരി പുത്തൻ ചുണ്ടനും മുന്നിട്ട് തന്നെ നിൽക്കുകയാണ്. ലൂർദ് മാത യുവന ജനസഖ്യം ചേന്നങ്കരി തുഴയുന്ന ആനാരി പുത്തൻ ചുണ്ടൻ രണ്ടാമത്തെ ട്രാക്കിലൂടെ മുന്നേറുന്നു. ഒന്നാമത്തെ ട്രാക്കിലും രണ്ടാമത്തെ ട്രാക്കിലും നാലാമത്തെ ട്രാക്കിലുമുള്ള വള്ളങ്ങളാണ്. യഥാക്രമം വലിയ ദിവാഞ്ചിയും ആനാരി പുത്തൻ ചുണ്ടനും വെള്ളംകുളങ്ങരയുമാണ് ലീഡ് ചെയ്യുന്നത്. കരുവേറ്റ ചുണ്ടൻ, കണ്ടകരിക്കാർ തുഴയുന്ന കരുവേറ്റ ചുണ്ടൻ ഇപ്പോൾ പിന്നിലാണ്. നാലാം ട്രാക്കിലുള്ള വെള്ളംകുളങ്ങര തന്നെ ഇപ്പോൾ വീണ്ടും ലീഡ് ചെയ്യുകയാണ്. ഒരു പഴയ നെപ്പോളിയൻ വള്ളമാണ് വെള്ളംകുളങ്ങര. നെപ്പോളിയൻ പണ്ട് നിരവധി യുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകി വിജയം ലോകം മുഴുവൻ കീഴടക്കുവാനായി വെമ്പിയ നെപ്പോളിയന്റെ നാമധേയം വഹിച്ചിട്ടുള്ള വെള്ളംകുളങ്ങര ചുണ്ടൻ ഇതാ ഇപ്പോൾ പുതിയ നാമധേയത്തിൽ എത്തിയിരിക്കുകയാണ്. വെള്ളംകുളങ്ങരയുടെ പേരിൽ തന്നെ 88-ലും അതുപോലെ 2002-ലും കുമരകംകാർ തുഴഞ്ഞു തന്നെ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ വെള്ളംകുളങ്ങര. അതിനു മുൻപ് നെപ്പോളിയൻ എന്ന നാമധേയത്തിൽ നിരവധി തവണ പൊങ്ങയിലെ ചേന്നങ്കരിക്കടുത്തുള്ള നെടുപിടിക്കടുത്തുള്ള പൊങ്ങക്കാർ തുഴഞ്ഞ് നെപ്പോളിയൻ ബോട്ട് ക്ലബ്ബുകാർ തുഴഞ്ഞ് നിരവധി തവണ ട്രോഫി നേടിയിട്ടുള്ള നെപ്പോളിയൻ
ഇതാ UBC കൈനകരി ചിറമുറി കഴിയാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ UBC കൈനകരിയുടെ ആയാവറമ്പ് വലിയ ദിവാഞ്ചിയെ പിന്തള്ളിക്കൊണ്ട് നാട്ടകം ബോട്ട് ക്ലബിന്റെ വെള്ളംകുളങ്ങര ലീഡ് ചെയ്യുകയാണ്. ഒരു അട്ടിമറി എന്ന് പറയാവുന്ന വളരെ ശക്തന്മാരായ UBCക്കാരെയും അതുപോലെ തന്നെ അതിലേറെയോ ശക്തന്മാരായ നാട്ടകക്കാരും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നാലാമത്തെ ട്രാക്കിലുള്ള വെള്ളംകുളങ്ങര തന്നെ 54.25 കോൽ നീളമുള്ള വെള്ളംകുളങ്ങര ചുണ്ടൻ മുന്നേറുകയാണ്. 50 അങ്കുലം നീളമുള്ള വണ്ണമുള്ള വെള്ളംകുളങ്ങര. അതിന് തൊട്ട് പിന്നിലായിട്ട് ഒന്നാമത്തെ ട്രാക്കിലുള്ള ആയാവറമ്പ് വലിയ ദിവാഞ്ചി, R വിശാഖൻ ക്യാപ്റ്റനായിട്ടുള്ള ആയാവറമ്പ് വലിയ ദിവാഞ്ചി UBC കൈനകരിയുടെ ആയാവറമ്പ് വലിയ ദിവാഞ്ചിയെ പിന്തള്ളിക്കൊണ്ട് വെള്ളംകുളങ്ങര ലീഡ് ചെയ്യുകയാണ്. നാലാമത്തെ ട്രാക്കിലുള്ള വെള്ളംകുളങ്ങര തന്നെ ലീഡ് ചെയ്യുന്നു. വെള്ളംകുളങ്ങര ഒരു അട്ടിമറി സൃഷ്ടിച്ചുകൊണ്ട് വെള്ളംകുളങ്ങര മുന്നേറുകയാണ്. ചിറമുറി കഴിഞ്ഞതോടുകൂടി ഒരു മുന്നേറ്റത്തിനായി സർവശക്തിയും ശ്രമിച്ചുകൊണ്ട് ആയാവറമ്പ് വലിയ ദിവാഞ്ചി തുഴച്ചിൽ മുറുക്കി, കുട്ടനാട് ഭാഷയിൽ പറഞ്ഞാൽ തുഴച്ചിക്കാരെല്ലാം തുഴ മുറുക്കി ഇതാ ലീഡുകയാണ്. ഇതാ വെള്ളംകുളങ്ങര ഒന്നാം സ്ഥാനത്തേക്ക് മറ്റ് വള്ളത്തെ പിന്തള്ളിക്കൊണ്ട് ആയാവറമ്പ് വലിയ ദിവാഞ്ചിയെ ഏകദേശം ഒരു വള്ളപ്പാടോളം പിന്തള്ളിക്കൊണ്ട് ഒരു അട്ടിമറി വിജയത്തോടുകൂടി നാട്ടകം ബോട്ട് ക്ലബിന്റെ വെള്ളംകുളങ്ങര നാലാമത്തെ ട്രാക്കിലുള്ള വെള്ളംകുളങ്ങര ഇതാ ഒന്നാം സ്ഥാനത്തേക്ക് നേടിയിരിക്കുകയാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ ആദ്യപാദ മത്സരത്തിലെ നാലാമത്തെ ഹീറ്റ്സിൽ വെള്ളംകുളങ്ങര ഏകദേശം ഒരു വള്ളപ്പാടിന് പിന്തള്ളി UBC കൈനകരിയുടെ പ്രഗത്ഭരായ UBC കൈനകരിയുടെ ആയാവറമ്പ് വലിയ ദിവാഞ്ചിയെ പിന്തള്ളി വെള്ളംകുളങ്ങര നാട്ടകം ബോട്ട് ക്ലബ്ബുകാർ തുഴഞ്ഞ വെള്ളംകുളങ്ങര ഇതാ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. ധർമ്മജൻ ക്യാപ്റ്റനായ അമൃത ബോട്ട് ക്ലബിന്റെ മാമൂടൻ, അതുപോലെ തന്നെ നാലാമത്തെ ട്രാക്കിലുള്ള കരുവേലിത്തറയും മാമൂടൻ തമ്മിൽ ഇഞ്ചുകൾക്ക് പൊരുതി മുന്നേറുകയാണ്. ഏത് വള്ളം ജയിക്കുമെന്ന് പറയുവാൻ സാധിക്കുകയില്ല. ഫിനിഷിംഗ് പോയിന്റിന് സമീപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇഞ്ചുകൾക്ക് മാത്രം ഇനിയും ഫിനിഷ് ചെയ്യുവാനുള്ളപ്പോൾ മാമൂടനും കരുവേലിത്തറയും അതെ മാമൂടൻ തന്നെ ഇഞ്ചുകൾക്ക് പിന്നിൽ. മാമൂടൻ മൂന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വന്ന മാമൂടനാണ് ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. കരുവേലിത്തറയെ പിന്തള്ളി. ഇപ്പോൾ പണ്ടൊക്കെ കെട്ടുവള്ളങ്ങളിൽ ആയിരുന്നു നാടൻ കലാരൂപങ്ങളൊക്കെ നമ്മൾ കാഴ്ചവെച്ചിരുന്നത്. ഇന്നിപ്പോൾ അതൊക്കെ മാറി ആദ്യപാദ മത്സരങ്ങൾക്ക് ശേഷമുള്ള ഇടവേളയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചങ്ങനാശ്ശേരിയിലേക്കും ചമ്പക്കുളമെന്ന് അതുപോലെ ചെങ്ങാടങ്ങളിൽ ചെണ്ടമേളവും ഓണമെങ്കിൽ വരവായതിന്റെ ദൃശ്യങ്ങൾ മാവേലി തമ്പുരാന്റെയും ഒക്കെ രൂപം ധരിച്ച കലാകാരന്മാർ വിശിഷ്ടാതിഥികളുടെ അല്ലെങ്കിൽ കാഴ്ചക്കാരുടെ മുൻപിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒന്നാമത്തെ ട്രാക്കിൽ മത്സരിക്കുന്നത് പുത്തമ്പറമ്പിൽ വള്ളം, അതായത് രണ്ടാമത്തെ ചുരുളൻ വള്ളങ്ങളുടെ രണ്ടാമത്തെ ഹിറ്റ്സിൽ രണ്ടാം സ്ഥാനത്തെത്തിയ പുത്തമ്പറമ്പിൽ. രണ്ടാമത്തെ ട്രാക്കിൽ മൂഴി, മൂന്നാമത്തെ ട്രാക്കിൽ വേലങ്ങാടൻ, നാലാമത്തെ ട്രാക്കിൽ കോടിമത. ഇങ്ങനെ 4 ചുരുളൻ വള്ളങ്ങളാണ് ഈ ഇനത്തിൽ പോരാടുന്നത്. ആദ്യപാദ മത്സരങ്ങളിൽ മൊത്തം 6 കളിവള്ളങ്ങൾ പങ്കെടുത്ത ആദ്യപാദ മത്സരത്തിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടിയ ചുരുളൻ വള്ളങ്ങളാണ് ഫൈനൽ മത്സരത്തിൽ ഒന്നിച്ച് പോരാടുന്നത്. 4 ട്രാക്കിലും നിറയെ തുഴഞ്ഞുകൊണ്ട് 4 ട്രാക്കിലും ഫുള്ളായി മുന്നേറിക്കൊണ്ട് ഈ 4 ചുരുളൻ വള്ളങ്ങൾ തുഴഞ്ഞ് മുന്നേറുകയാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഒരു ലീഡ് നേടുവാനുള്ള സമയവും ദൈർഘ്യവും കഴിഞ്ഞിട്ടില്ല. ഒന്നാം ട്രാക്കിലുള്ള പുത്തമ്പറമ്പനും
രണ്ടാം ട്രാക്കിലുള്ള മൂഴിയും, മൂന്നാം ട്രാക്കിലുള്ള വേലങ്ങാടനും, നാലാം ട്രാക്കിലുള്ള കോടിമതയും ഏകദേശം തുല്യത പാലിച്ചുകൊണ്ട് തന്നെ ഇപ്പോഴും മുന്നോട്ട് വരികയാണ്. കുട്ടനാട്ടിൽ പലതരം കളിവള്ളങ്ങളുണ്ട്, പലതരം വള്ളങ്ങളുണ്ട്. ചുരുളൻ മുതൽ ചുണ്ടൻ വരെയുള്ള കളിവള്ളങ്ങൾ, അതുകൂടാതെ തന്നെ നിരവധി ചെറുതും വലുതുമായ വള്ളങ്ങളുണ്ട്. ഒരുതരം കൊച്ചുവള്ളമുണ്ട്, ഒരാൾ 1-2 പേർ തുഴയുന്ന കൊതുമ്പ് വള്ളമുണ്ട്, ആനയോടി, കേവുകപ്പൽ, പത്തേമാരി എന്നിങ്ങനെയുള്ള, അതുപോലെ മഞ്ചി, മരപ്പാലം, അറമാസ് തുടങ്ങി 10 പല രീതിയിലുള്ള കളിവള്ളങ്ങൾ കുട്ടനാട്ടിലുണ്ട്. ഇപ്പോൾ അതിൽ ചുരുളൻ വള്ളങ്ങളുടെ ആദ്യകാലത്തെ ചുരുളൻ വള്ളങ്ങളുടെ മത്സരമാണ് നടക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ ട്രാക്കിലുള്ള പുത്തമ്പറമ്പനാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. ജോയി ചേന്നങ്കരി നയിക്കുന്ന നടുഭാഗം ബോട്ട് ക്ലബിന്റെ പുത്തമ്പറമ്പൻ ലീഡ് ചെയ്യുകയാണ്. അതിന് തൊട്ടടുത്ത് തന്നെ രണ്ടാമത്തെ ട്രാക്കിലുള്ള മൂഴിയും, മൂന്നാമത്തെ ട്രാക്കിലുള്ള വേലങ്ങാടനും, നാലാമത്തെ ട്രാക്കിലുള്ള കോടിമതയും ഒക്കെ ഉണ്ട്. ഒരു കാലത്ത് കുട്ടനാട്ടിലെ ചെറിയ തോടുകളിലും ഇടത്തോടുകളിലും അരുവികളിലും ഒക്കെ നിത്യക്കാഴ്ചയായിരുന്നു ഈ ചുരുളൻ വള്ളങ്ങൾ, യാത്രാ വാഹനങ്ങളായി ഉപയോഗിച്ചിരുന്ന ചുരുളൻ വള്ളങ്ങൾ. എന്നാൽ ഇന്ന് അവയുടെ സ്വാധീനം ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. കാലക്രമേണ റോഡുകളുമൊക്കെ എല്ലാ കുഗ്രാമങ്ങളിലും എത്തിയപ്പോൾ യാത്രാവാഹനമായി വള്ളത്തിന്റെ ആവശ്യമില്ലാതെ വന്നിരിക്കുന്നു. ഇപ്പോൾ ഒന്നാമത്തെ ട്രാക്കിൽ പുത്തമ്പറമ്പനും, രണ്ടാമത്തെ ട്രാക്കിൽ മൂഴിയും, മൂന്നാമത്തെ ട്രാക്കിൽ വേലങ്ങാടനും, നാലാമത്തെ ട്രാക്കിൽ കോടിമതയും എത്തിക്കൊണ്ടിരിക്കുകയാണ്. പുത്തമ്പറമ്പനും മൂഴിയും വേലങ്ങാടനും കോടിമതയും തമ്മിലുള്ള മനോഹരമായ ഒരു മത്സരമാണ് നടക്കുന്നത്. ഇപ്പോൾ തന്നെ ഏകദേശം ഒരേ രീതിയിലെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ തന്നെ വള്ളം ലീഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. വേലങ്ങാടൻ ലീഡ് ചെയ്തിരിക്കുകയാണ്. 8ാം നമ്പർ വള്ളം വേലങ്ങാടൻ, ജീമോൻ ക്യാപ്റ്റനായ വേലങ്ങാടൻ, BBC കുമരകരി നയിക്കുന്ന വേലങ്ങാടൻ ലീഡ് ചെയ്തിരിക്കുകയാണ്. മൂന്നാം ട്രാക്കിലൂടെ മുന്നേറുന്ന വള്ളമായ വേലങ്ങാടൻ, അതായത് ഒന്നാം ഹീറ്റ്സിലെ ഒന്നാം ഹീറ്റ്സിൽ കോടിമതയെ പിന്തള്ളിയ വേലങ്ങാടൻ തന്നെ ഇപ്പോൾ കോടിമതയെ പിന്തള്ളിക്കൊണ്ട് ഫൈനൽ മത്സരത്തിലും മുന്നോട്ട് കുതിക്കുകയാണ്. ജീമോൻ അതാണ് അതിൻ്റെ ക്യാപ്റ്റൻ. അതിന് തൊട്ട് പിന്നിലായിട്ട് കോടിമതയുണ്ട്. ആദ്യത്തെ ഹീറ്റ്സിൽ 2ാം സ്ഥാനത്ത് വന്ന കോടിമത, 54ാം നമ്പർ വള്ളം കോടിമത തൊട്ട് പിന്നിലുണ്ട്. കോടിമതയും വേലങ്ങാടനും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. ചുരുളൻ വള്ളങ്ങളുടെ ആദ്യത്തെ ഹീറ്റ്സിലെ മത്സരത്തിന്റെ തനിയാവർത്തനം പോലെ വേലങ്ങാടനും കോടിമതയും മത്സരിക്കുന്നു. ഈ ഹീറ്റ്സിലും വേലങ്ങാടൻ തന്നെ മുന്നേറ്റം നടത്തുകയാണ്. BBC കുമരങ്കരിക്കാരാണ് ഈ വള്ളത്തിൽ തുഴയുന്നത്, 8ാം നമ്പർ വള്ളം. സർവശക്തിയും തുഴയിൽ ആവാഹിച്ചുകൊണ്ട് ഈ തുഴച്ചിൽക്കാരെല്ലാം ഒരേ രീതിയിൽ തുഴഞ്ഞ് മുന്നേറുകയാണ്. വേലങ്ങാടൻ തന്നെ ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ്. ഏകദേശം 1-1.5 വള്ളപ്പാടുകൾക്ക് മുന്നിലായി വേലങ്ങാടൻ നീങ്ങുകയാണ്. അതിന് പിന്നിലാണ് 3ാം ട്രാക്കിലെ വേലങ്ങാടൻ മുൻപോട്ട് നീങ്ങുന്നു. അതിന് പിന്നിൽ 4ാം ട്രാക്കിലെ കോടിമത, അതിന് പിന്നിൽ 2ാം ട്രാക്കിലെ മൂഴി, 1ാം ട്രാക്കിലെ പുത്തമ്പറമ്പൻ വളരെ പിന്നിലാണ്. ഫിനിഷിംഗ് പോയിന്റിനോട് അടുക്കുവാൻ ഇനി ഏകദേശം കുറച്ച് ദൂരം മാത്രം അവശേഷിച്ചിരിക്കെ വേലങ്ങാടൻ വളരെ മനോഹരമായ ഒരു രീതിയിൽ തുഴഞ്ഞുകൊണ്ട് വേലങ്ങാടൻ മുന്നോട്ട് കുതിക്കുകയാണ്. പുന്നമടക്കായലിനെ കീറി മുറിച്ചുകൊണ്ട് 8ാം നമ്പർ വള്ളം വേലങ്ങാടൻ ഇതാ ഫിനിഷ് ചെയ്യുന്നു. ഫിനിഷിംഗ് പോയിന്റിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ചിറമുറി കഴിഞ്ഞ് വെള്ളമെല്ലാം അയഞ്ഞ ഒരു പരുവത്തിൽ അയഞ്ഞ ട്രാക്കിൽ കൂടെ വേലങ്ങാടൻ കുതിച്ചു വരികയാണ്. കോടിമത വള്ളപ്പാടുകൾക്ക് പിന്നിലാണ്. എതിരാളി വള്ളപ്പാടിന് പിന്നിലായി എങ്കിൽ പോലും ആ തെല്ലും ആവേശം ചോർത്തിക്കളയാതെ ഇതാ വേലങ്ങാടൻ 1ാം സ്ഥാനത്തേക്ക് കുതിക്കുന്നു. ജീമോൻ ക്യാപ്റ്റനായ ബ്രദേഴ്സ് ബോട്ട് ക്ലബ്ബ് കുമരങ്കരി തുഴയുന്ന വേലങ്ങാടൻ 1ാം സ്ഥാനത്ത്. ഈ വർഷത്തെ ചുരുളൻ വള്ളങ്ങളുടെ മത്സരത്തിൽ വേലങ്ങാടൻ വള്ളം 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ചുരുളൻ വള്ളങ്ങളിൽ വേലങ്ങാടന് 1ാം സ്ഥാനം, 2ാം സ്ഥാനത്തേക്ക് കോടിമത.
അടുത്ത ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരത്തിന് ശേഷം ബി ഗ്രേഡ് ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ ഫൈനൽ മത്സരം അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ ട്രാക്കിൽ വരുന്നത് രണ്ടാം ഹീറ്റ്സിലെ രണ്ടാമനായ സെന്റ് സെബാസ്റ്റ്യനാണ്. അതുപോലെ രണ്ടാം ട്രാക്കിൽ വരുന്നത് ഒന്നാം ഹീറ്റ്സിൽ രണ്ടാം സ്ഥാനം നേടിയ കൊച്ചയ്യപ്പൻ. മൂന്നാം ട്രാക്കിൽ ഒന്നാം ഹീറ്റ്സിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ കർഷക തൊഴിലാളിയാണ് കടന്നു വരുന്നത്. നാലാമത്തെ ട്രാക്കിൽ രണ്ടാം ഹീറ്റ്സിൽ ഒന്നാമതെത്തിയ ഹനുമാൻ മുന്നോട്ട് വരുന്നു. സെന്റ് സെബാസ്റ്റ്യനും കൊച്ചയ്യപ്പനും കർഷക തൊഴിലാളിയും ഹനുമാനും തമ്മിലാണ് ഇപ്പോൾ ഈ മത്സരം നടക്കുന്നത്. ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും വള്ളങ്ങൾ തുഴഞ്ഞു മുന്നേറുന്നത്. ഏകദേശം നെട്ടയത്തിന്റെ കാൽഭാഗം പിന്നിടുമ്പോൾ 4 വള്ളങ്ങളും ഏകദേശം വാശിയേറിയ ഒരു പോരാട്ടം നടത്തുകയാണ്. ഒന്നാമത്തെ ട്രാക്കിൽ സെന്റ് സെബാസ്റ്റ്യൻ, രണ്ടാമത്തെ ട്രാക്കിൽ കൊച്ചയ്യപ്പൻ, മൂന്നാമത്തെ ട്രാക്കിൽ കർഷക തൊഴിലാളി, നാലാമത്തെ ട്രാക്കിൽ ഹനുമാൻ എന്നിങ്ങനെ 4 കളിവള്ളങ്ങളാണ് ഈ ഇനത്തിൽ മത്സരിക്കുന്നത്. സെന്റ് സെബാസ്റ്റ്യൻ വള്ളവുമായി എത്തിയിട്ടുള്ളത് സുനിൽ MK ക്യാപ്റ്റനായ സെന്റ് സെബാസ്റ്റ്യൻ ബോട്ട് ക്ലബ്ബ് ഗോതുരുത്താണ്. എറണാകുളം ജില്ലയിലെ ഗോതുരുത്തുകാരാണ് ഒന്നാം ട്രാക്കിൽ തുഴയുന്നത്. എന്നാൽ രണ്ടാമത്തെ ട്രാക്കിലുള്ള കൊച്ചയ്യപ്പൻ വള്ളത്തിൽ തുഴയുന്നത് സാബു K ക്യാപ്റ്റനായ അമ്മൻകരി ബോട്ട് ക്ലബ്ബ് കുമരകംകാരാണ്. മൂന്നാമത്തെ ട്രാക്കിലുള്ള കർഷക തൊഴിലാളിയുമായി എത്തിയിട്ടുള്ളത് സാജു TS ക്യാപ്റ്റനായ മുദ്ര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കക്കാതുരുത്താണ്. നാലാമത്തെ ട്രാക്കിലുള്ള ഹനുമാൻ വള്ളത്തിൽ തുഴയുന്നത് PT കോമളദാസ് ക്യാപ്റ്റനായ പണ്ഡിറ്റ് കറുപ്പൻ മെമ്മോറിയൽ ബോട്ട് ക്ലബ്ബ് എരമല്ലൂർക്കാരാണ്. അങ്ങനെ ഇതും വേമ്പനാട് കായലിന്റെ തീരപ്രദേശങ്ങളിലുള്ള 4 ഗ്രാമങ്ങളിലെ ചുണക്കുട്ടന്മാരാണ് തുഴഞ്ഞു മുന്നേറുന്നത്. ഇപ്പോൾ നാലാമത്തെ ട്രാക്കിലുള്ള ഹനുമാൻ അല്പം ലീഡ് നേടിയിട്ടുണ്ട്. ഹനുമാനും അതിന് തൊട്ടടുത്ത് തന്നെ മറ്റ് 3 വള്ളങ്ങളും ഒരേ രീതിയിൽ വരുന്നു. മറ്റ് 3 വള്ളങ്ങളെ അല്പത്തിന് പിന്നിലാക്കി നാലാമത്തെ ട്രാക്കിലുള്ള ഹനുമാൻ അല്പം ലീഡ് നേടിയിട്ടുണ്ട്. എങ്കിലും ഇനിയും ഒരു ലീഡാണ് എന്ന് നമുക്ക് ഏത് വള്ളം ജയിക്കുമെന്ന് പ്രവചിക്കുവാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇനിയുമുള്ളത്. ഹനുമാനും കർഷക തൊഴിലാളിയും കൊച്ചയ്യപ്പനും സെന്റ് സെബാസ്റ്റ്യനും എല്ലാം ഒരേ രീതിയിലാണ് മുന്നേറ്റം നടത്തുന്നത്. ഇപ്പോഴും നാലാമത്തെ ട്രാക്കിലുള്ള ഹനുമാൻ PT കോമളദാസിന്റെ നേതൃത്വത്തിലുള്ള ഹനുമാൻ അല്പം ലീഡ് നേടിയിട്ടുണ്ട്. ഹനുമാൻ തന്നെയാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. രണ്ടാം സ്ഥാനത്തായിട്ട് നീങ്ങുന്നത് കൊച്ചയ്യപ്പൻ. നാലാം ട്രാക്കിലുള്ള ഹനുമാൻ തന്നെ മുന്നേറ്റം നടത്തുകയാണ്. 4-ാം നമ്പർ വള്ളം ഹനുമാൻ ലീഡ് ചെയ്യുകയാണ്. എറണാകുളം ജില്ലയിലെയും കോട്ടയം ജില്ലയിലെയും ആലപ്പുഴ ജില്ലയിലെയും ആൾക്കാർ ഈ 4 വള്ളങ്ങളിലായി തുഴയുകയാണ്. ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് എരമല്ലൂർ ടീമാണ്. പണ്ഡിറ്റ് കറുപ്പൻ മെമ്മോറിയൽ ബോട്ട് ക്ലബ്ബുകാർ, അതായത് PT കോമൾദാസ് നേതൃത്വം നൽകുന്ന ഹനുമാൻ വള്ളം മറ്റ് വള്ളങ്ങളെ പിന്നിലാക്കി മുന്നേറ്റം നടത്തുകയാണ്. മറ്റ് 3 വള്ളങ്ങൾ ഏകദേശം ഒരേ രീതിയിലാണ്. ഇപ്പോൾ നാലാമത്തെ ട്രാക്കിലുള്ള 4-ാം നമ്പർ വള്ളം ഹനുമാൻ തന്നെ ലീഡ് മുന്നേറ്റം നടത്തുന്നു. ബി ഗ്രേഡ് ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ ഫൈനൽ മത്സരത്തിൽ മറ്റ് വള്ളങ്ങളെ പിന്തള്ളി ഏകദേശം 1-1.5-2 വള്ളപ്പാടുകൾക്ക് പിന്തള്ളി ഹനുമാൻ തന്നെ കുതിച്ച് മുന്നേറ്റം നടത്തുകയാണ്. 4-ാം നമ്പർ വള്ളം ഹനുമാൻ ഇതാ 1-ാം സ്ഥാനത്തായിട്ട് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. 2 വള്ളപ്പാടുകൾ തികച്ച് മറ്റ് 3 വള്ളങ്ങളെ പിന്തള്ളി ഹനുമാൻ ഇതാ 1-ാം സ്ഥാനം നേടിയിരിക്കുകയാണ്. വാശിയേറിയ ട്രാക്കിലുള്ള ശിവദാസ് പുന്നത്രപ്പുരയ്ക്കൽ വള്ളത്തിൽ തുഴയുന്നത് നാഷണൽ ബോട്ട് ക്ലബ്ബ് പള്ളിപ്പാട്ടുകാരാണ്. തോട്ടുകടവൻ വള്ളത്തിൽ തുഴയുന്നത് ലാലിച്ചൻ പയ്യമ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള കൈനകരി കിഴക്ക് ചേന്നങ്കരി ടീമാണ്. ഇപ്പോൾ 2-ാം ട്രാക്കിലുള്ള ഡൽഹിയും 4-ാം ട്രാക്കിലുള്ള തോട്ടുകടകനുമാണ് ലീഡ് ചെയ്യുന്നത്. 1-ാം ട്രാക്കിലുള്ള ഒറ്റത്തൈക്കൽ വളരെ പിന്നിലാണ്. 2-ാം ട്രാക്കിലെയും 4-ാം ട്രാക്കിലെയും വള്ളങ്ങൾ തമ്മിലുള്ള മത്സരം. 4-ാം ട്രാക്കിലെ തോട്ടുകടവനാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. 4-ാം ട്രാക്കിലുള്ള തോട്ടുകടവൻ മഞ്ഞ നിക്കർ ധരിച്ച
വെള്ള ബനിയൻ ധരിച്ച തോട്ടുകടവിലെ ചുണക്കുട്ടന്മാർ മുന്നേറ്റം നടത്തുകയാണ്. അതിന് തൊട്ടു പിന്നിൽ ഡൽഹിയും പുന്നത്രപ്പുരയ്ക്കലുമുണ്ട്. തോട്ടുകടവൻ തന്നെ, തോട്ടുകടവൻ മറ്റ് വള്ളങ്ങളെ പിന്നിലാക്കിക്കൊണ്ട് 34-ാം നമ്പർ വള്ളം തോട്ടുകടവൻ ഇതാ മുന്നേറ്റം നടത്തുകയാണ്. തോട്ടുകടവൻ ചുണ്ടൻ ഇരുട്ടുകുത്തി വെപ്പ് വള്ളങ്ങളുടെ ബി ഗ്രേഡ് വെപ്പ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരത്തിൽ തോട്ടുകടവൻ 1-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുകയാണ്. തോട്ടുകടവൻ 1-ാം സ്ഥാനത്ത്, 2-ാം സ്ഥാനത്ത് ഡൽഹി. എ ഗ്രേഡ് ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ ഫൈനൽ മത്സരം അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആരംഭിച്ചിരിക്കുകയാണ്. 1-ാമത്തെ ഹീറ്റ്സിൽ മത്സരിച്ചിരിക്കുന്നത് തുരുത്തിത്തറ വള്ളം. 2-ാമത്തെ ട്രാക്കിൽ കൂടെ മുന്നേറ്റം നടത്തുന്നത് വലിയ അയ്യപ്പൻ. 3-ാമത്തെ ട്രാക്കിൽ മത്സരിച്ച് മുന്നേറുന്നത് കരുവേലിത്തറ വള്ളം. 4-ാമത്തെ ട്രാക്കിൽ മാമ്മൂടൻ. എ ഗ്രേഡ് ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ ഫൈനൽ മത്സരം അങ്ങ് ആരംഭിച്ചിരിക്കുകയാണ്. 1-ാമത്തെ ട്രാക്കിൽ തുരുത്തിത്തറ, 2-ാമത്തെ ട്രാക്കിൽ വലിയ അയ്യപ്പൻ, 3-ാമത്തെ ട്രാക്കിൽ കരുവേലിത്തറ, 4-ാമത്തെ ട്രാക്കിൽ മാമ്മൂടൻ. 1-ാം ഹീറ്റ്സില് 1-ാം സ്ഥാനത്തെത്തിയ 2 വള്ളങ്ങൾ, 1ഉം 2ഉം ഹീറ്റ്സിൽ 1-ാം സ്ഥാനത്തെത്തിയ 2 വള്ളങ്ങളും 2-ാം സ്ഥാനത്തെത്തിയ 2 വള്ളങ്ങളുമാണ് 4 വള്ളങ്ങളായി ഒരുമിച്ച് തുഴഞ്ഞു മുന്നേറുന്നത്. 1-ാമത്തെ ഹീറ്റ്സിലെ 2-ാമത്തെ സ്ഥാനം നേടിയ തുരുത്തിത്തറ 1-ാം ട്രാക്കിലും, 1-ാം ഹീറ്റ്സിൽ 1-ാമതെത്തിയ വലിയ അയ്യപ്പൻ 2-ാം ട്രാക്കിലും, 2-ാം ഹീറ്റ്സിൽ 2-ാമതെത്തിയ കരുവേലിത്തറ 3-ാം ട്രാക്കിലും, 2-ാം ഹീറ്റ്സിലെ 1-ാമൻ മാമ്മൂടൻ 4-ാമത്തെ ട്രാക്കിലും തുഴഞ്ഞു മുന്നേറുകയാണ്. ഇപ്പോൾ 3-ാമത്തെ ട്രാക്കിലുള്ള കരുവേലിത്തറ വള്ളമാണ് അല്പം ലീഡ് ചെയ്യുന്നത്. നാലാം ട്രാക്കിലുള്ള മാമ്മൂടനും 1-ാം ട്രാക്കിലുള്ള തുരുത്തിത്തറ അല്പം പിന്നിലാണ്. 1-ാം ട്രാക്കിലെ തുരുത്തിത്തറ അല്പം പിന്നിലാണ്. ഇപ്പോൾ 3-ാം ട്രാക്കിലുള്ള കരുവേലിത്തറയും 4-ാം ട്രാക്കിലുള്ള മാമ്മൂടനും മുന്നേറ്റം നടത്തുകയാണ്. മൂന്നും 4ഉം ട്രാക്കിലുള്ള കരുവേലിത്തറയും മാമ്മൂടനും ഇപ്പോൾ 1-ാം സ്ഥാനത്തിനായുള്ള പൊരിഞ്ഞ പോരാട്ടത്തിലാണ്. 4-ാം ട്രാക്കിലുള്ള മാമ്മൂടൻ തന്നെ അല്ല, 3-ാം ട്രാക്കിലുള്ള കരുവേലിത്തറ 2 വള്ളങ്ങളും ഏകദേശം ഒരേ രീതിയിൽ മുന്നേറ്റം നടത്തുകയാണ്. ചെറിയാൻ ജോസഫ് ക്യാപ്റ്റനായ ബ്രദേഴ്സ് ബോട്ട് ക്ലബ്ബ് ചെങ്ങളംകാർ തുഴയുന്ന കരുവേലിത്തറ 3-ാം ട്രാക്കിലൂടെ കുതിച്ചു മുന്നേറുമ്പോൾ ES ധർമ്മജൻ നേതൃത്വം നൽകുന്ന അമൃത ബോട്ട് ക്ലബ്ബ് തെക്ക് പരവൂരുകാർ തുഴയുന്ന മാമ്മൂടനും ഒരേ രീതിയിൽ മുന്നേറ്റം നടത്തുകയാണ്. ഇപ്പോഴും 3-ാം ട്രാക്കിലെ ചെങ്ങളം ടീം തുഴയുന്ന ജോസഫ് ചെറിയാന്റെ നേതൃത്വത്തിലുള്ള കരുവേലിത്തറ തന്നെ മുന്നേറ്റം നടത്തുന്നു. തൊട്ടടുത്തുള്ളത് 4-ാം ട്രാക്കിലുള്ള മാമ്മൂടൻ വള്ളം. ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ ഫൈനൽ മത്സരം ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു. ഫിനിഷിംഗ് പോയിന്റ് ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ 4 കളിവള്ളങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും 3-ാമത്തെ ട്രാക്കിലുള്ള കരുവേലിത്തറ വള്ളം തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. ബ്രദേഴ്സ് ബോട്ട് ക്ലബ്ബുകാർ തുഴയുന്ന ചെങ്ങളം ടീമിന്റെ കോട്ടയം ജില്ലയിലെ കുമരകത്തിനടുത്തുള്ള ചെങ്ങളംകാർ തുഴയുന്ന കരുവേലിത്തറ വള്ളം ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ്. തൊട്ടടുത്ത് മാമ്മൂടനുണ്ട്. മാമ്മൂടനും കരുവേലിത്തറയും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ 4-ാമത്തെ ട്രാക്കിലുള്ള മാമ്മൂടനും 3-ാമത്തെ ട്രാക്കിലുള്ള കരുവേലിത്തറയും തമ്മിലുള്ള ഒരു അത്യുജ്വലമായ ഒരു പോരാട്ടമാണ് നടക്കുന്നത്. 2 വള്ളവും ഏകദേശം ഒരേ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 3-ാമത്തെ ട്രാക്കിലുള്ള കരുവേലിത്തറയാണ് അല്പം ലീഡ് ചെയ്യുന്നത്. മാമ്മൂടനും തെക്കം പരവൂരുകാരും ചെങ്ങളംകാരും തമ്മിലുള്ള ഒരു മത്സരം നടക്കുന്നു. ഇഞ്ചോടിഞ്ച് പൊരുതിക്കൊണ്ട് ഈ ഇരുകരകളിലുമുള്ള പുന്നമടക്കായലിന്റെ ഇരുകരകളിലുമുള്ള കാണികളെ ആവേശത്തിൽ ആറാടിച്ചുകൊണ്ട് ഇതാ 2 വള്ളങ്ങൾ ഒരേ രീതിയിൽ മുന്നോട്ട് വരികയാണ്.
കരുവേലിത്തറ തന്നെ ഇതാ 40-ാം നമ്പർ വള്ളം കരുവേലിത്തറ മുന്നേറ്റം നടത്തുകയാണ്. കരുവേലിത്തറയും മാമ്മൂടനും തമ്മിലുള്ള വള്ളം ഇഞ്ചുകൾക്ക് ഇപ്പോഴും കരുവേലിത്തറ, മാമ്മൂടൻ തൊട്ടടുത്തുണ്ട്. ഏത് വള്ളം ജയിക്കുമെന്ന് പ്രവചിക്കുക അസാധ്യം. അതാ കരുവേലിത്തറ ഇഞ്ചുകൾക്ക് മുന്നിലായി കരുവേലിത്തറ വിജയിച്ചിരിക്കുകയാണ്. കരുവേലിത്തറയ്ക്ക് 1-ാം സ്ഥാനം, 2ാമത് മാമ്മൂടൻ. എ ഗ്രേഡ് ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ ഫൈനൽ മത്സരത്തിൽ വാശിയേറിയ നയനമനോഹരമായൊരു ഫൈനൽ മത്സരത്തിൽ കരുവേലിത്തറ വള്ളം 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. തുടർന്നുള്ള വിവരണം ചെറിയ അലക്സാണ്ടർ നൽകും. അടുത്തതായി വെപ്പ് എ ഗ്രേഡ് ഫൈനൽ. 4 വള്ളങ്ങൾ ഈ ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കുന്നു. 1-ാം ഹീറ്റ്സിലെ 2ാമൻ വരിക്കളം, 1-ാം ഹീറ്റ്സിലെ 1ാമൻ ജയ് ഷോട്ട്, 1-ാം ഹീറ്റ്സിലെ 2ാമൻ പട്ടേരിപ്പുരയ്ക്കൽ, 2ാം ഹീറ്റ്സിലെ 1ാമൻ കോട്ടപ്പറമ്പൻ എന്നീ വള്ളങ്ങളാണ് വെപ്പ് എ ഗ്രേഡ് ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. വരിക്കളം യുവദീപ്തി ബോട്ട് ക്ലബിന്റെ വകയാണ്. ഫാദർ മാത്യു പുന്നരങ്ങാടിയാണ് ഇതിന്റെ ക്യാപ്റ്റൻ. ജയ് ഷോട്ടിന്റെ ക്യാപ്റ്റൻ PK കുര്യൻ. ജയശ്രീ ബോട്ട് ക്ലബാണ് അത് പുന്നമടയിൽ ഇത്തവണ തുഴയാനായി കൊണ്ടുവന്നിരിക്കുന്നത്. 3ാമത്തെ ട്രാക്കിൽ പട്ടേരിപ്പുരയ്ക്കൽ, ക്യാപ്റ്റൻ AR സുഗണൻ. നേതാജി ബോട്ട് ക്ലബ് പള്ളാത്തുരുത്തിയാണ് ഇതിൽ തുഴയുന്നത്. 4ാമത്തെ ട്രാക്കിൽ കോട്ടപ്പറമ്പൻ, ബോബി ജോൺ ക്യാപ്റ്റനായിട്ടുള്ള കോട്ടപ്പറമ്പൻ. ബ്രദേഴ്സ് ബോട്ട് ക്ലബാണ് ഈ വള്ളത്തെ ഇത്തവണ തുഴയുന്നത്. അങ്ങനെ വാശിയേറിയ ഒരു മത്സരമാണ് വെപ്പ് എ ഗ്രേഡ് ഫൈനലിൽ നടക്കുന്നത്. 1-ാം ഹീറ്റ്സിൽ പട്ടേരിപ്പുരയ്ക്കൽ ഇപ്പോൾ ലീഡ് ചെയ്തു. 1-ാം ഹീറ്റ്സിൽ 2ാമനായി എത്തി. ഇപ്പോൾ 3ാം ട്രാക്കിൽ തുഴയുന്ന പട്ടേരിപ്പുരയ്ക്കൽ വെപ്പ് എ ഗ്രേഡ് ഫൈനലിൽ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നു. വെപ്പ് എ ഗ്രേഡ് ഫൈനൽ ഒപ്പത്തിനൊപ്പം ഇഞ്ചോട് ഇഞ്ച് പൊരുതുന്ന ആവേശകരമായിട്ടുള്ള ഒരു മത്സരമാണ് വെപ്പ് എ ഗ്രേഡ് ഫൈനലിൽ നടക്കുന്നത്. ചുണ്ടൻ വള്ളങ്ങൾ നേവൽ യുദ്ധത്തിന് പോയിക്കൊണ്ടിരുന്ന കാലത്ത് വെപ്പ് വള്ളങ്ങളായിട്ട് അല്ലെങ്കിൽ കുക്കിംഗ് ബോട്ട്സ് ആയിട്ട് കൂടെ പോയ വള്ളങ്ങളാണ് വെപ്പ് വള്ളങ്ങൾ. 1-ാം ട്രാക്കിൽ വരിക്കളം, 2-ാം ട്രാക്കിൽ ജയ് ഷോട്ട്, 3-ാം ട്രാക്കിൽ പട്ടേരിപ്പുരയ്ക്കൽ, 4-ാം ട്രാക്കിൽ കോട്ടപ്പറമ്പൻ. ആലപ്പുഴയ്ക്കും ഒപ്പം കുട്ടനാടിനും ഇന്ന് അഭിമാനത്തിന്റെ നിറവ് പകരുന്ന അപൂർവ നിമിഷങ്ങൾ. ഞാറ്റുപാട്ടിന്റെയും കൊയ്ത്തുപാട്ടിന്റെയും ഈണങ്ങൾ നിലയ്ക്കുമ്പോഴും വഞ്ചിപ്പാട്ടിന്റെ ലഹരി ഇവിടെ പടരുന്നു. നയമ്പുകളുടെ ദ്രുതതാളങ്ങൾ ഈ നാടിന്റെ ഹൃദയത്തിലേക്ക് അടങ്ങാത്ത ആവേശമായി പെയ്തിറങ്ങുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വെപ്പ് എ ഗ്രേഡ് ഫൈനൽ. 3-ാം ട്രാക്കിലെ വള്ളം പട്ടേരിപ്പുരയ്ക്കൽ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. വെപ്പ് എ ഗ്രേഡ് ഫൈനലിൽ പട്ടേരിപ്പുരയ്ക്കൽ മുന്നിലാണ്. തൊട്ടടുത്ത് വരിക്കളം. ഇപ്പോൾ ജയ് ഷോട്ടാണ് നല്ലൊരു മത്സരം നൽകുന്നത് പട്ടേരിപ്പുരയ്ക്കലിന്. മോണിറ്ററിൽ നോക്കിയാൽ ഒപ്പത്തിനൊപ്പം പൊരുതുന്ന വള്ളമാണ് കാണുന്നത്. 2-ാം ട്രാക്കിലെ ജയ് ഷോട്ടാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. 2-ാം ട്രാക്കിലെ ജയ് ഷോട്ട് തന്നെ മുന്നിൽ. വെപ്പ് എ ഗ്രേഡ് ഫൈനലിൽ 2-ാം ട്രാക്കിൽ തുഴയുന്ന ജയ് ഷോട്ട് ഇതാ 1-ാമതായി ഫിനിഷ് ചെയ്യുന്നു. 2-ാമതായിട്ട് ആര് ജയിക്കും? പട്ടേരിപ്പുരയ്ക്കൽ ആണോ കോട്ടപ്പുറമനാണോ 2-ാമത്? 1-ാമതായി ജയ് ഷോട്ട് ഫിനിഷ് ചെയ്തു. 2-ാമത്തെ ഒരു ഫോട്ടോ ഫിനിഷ് എന്ന് പറയാം. കോട്ടപ്പുരയ്ക്കലാണോ പട്ടേരിപ്പുരയ്ക്കലാണോ എന്നുള്ള ഒഫീഷ്യൽ തീരുമാനിക്കും. ഏതായാലും ഒന്ന് തീർച്ചയാണ്, വെപ്പ് എ ഗ്രേഡ് ഫൈനലിൽ 1-ാമതായി എത്തിയത് ജയ് ഷോട്ട്. അടുത്തതായി ചുണ്ടൻ തേർഡ് ലൂസേഴ്സ് ഫൈനൽ. ഉടനെ ആരംഭിക്കുകയാണ്. പുളിങ്ങുന്ന്, നടുഭാഗം, കരുവാറ്റ, ആയാപറമ്പ് പാണ്ടി എന്നീ വള്ളങ്ങൾ ഈ സെക്ഷനിൽ മത്സരിക്കുന്നു. പ്രാഥമിക മത്സരത്തിലെ 4-ാം സ്ഥാനക്കാരുടെ ഫൈനലാണ് ഇപ്പോൾ നടക്കുന്നത്. 2-ാം ഹീറ്റ്സിലെ 4-ാമനായ പുളിങ്ങുന്ന് ചുണ്ടൻ, 3-ാം ഹീറ്റ്സിലെ 4-ാമനായ നടുഭാഗം, 4-ാം ഹീറ്റ്സിലെ 4-ാമനായ കരുവാറ്റ, 1-ാം ഹീറ്റ്സിലെ 4-ാമനായ ആയാപറമ്പ് പാണ്ടി എന്നീ വള്ളങ്ങളാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. നവോദയം ബോട്ട് ക്ലബ് തുഴയുന്ന പുളിങ്ങുന്ന ചുണ്ടൻ, അതിന്റെ ക്യാപ്റ്റൻ അബ്ദുൾ റഹ്മാൻ. നടുഭാഗം ലിജോ കഴുത്തുരുത്തി ക്യാപ്റ്റനായിട്ടുള്ള ലിജോ.
ചമ്പക്കുളം HSS നയിക്കുന്ന വള്ളം. കരുവാറ്റ അടുത്തത് KK കുറുപ്പ് നയിക്കുന്ന കരുവാറ്റ. കണ്ടങ്കേരി ബോട്ട് ക്ലബാണ് അതിനെ ഇത്തവണ പുന്നമടയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്തതായിട്ട് ആയാപറമ്പ് പാണ്ടി MK രാധാകൃഷ്ണൻ ക്യാപ്റ്റൻ SN ബോട്ട് ക്ലബ്. അങ്ങനെ 4 വള്ളങ്ങൾ ചുണ്ടൻ പ്രാഥമിക മത്സരത്തിലെ 4ാം സ്ഥാനക്കാരുടെ ഫൈനൽ, തേർഡ് ലൂസേഴ്സ് ഫൈനൽ എന്ന് വിളിക്കാവുന്ന ചുണ്ടൻ ചുണ്ടൻ പ്രാഥമിക മത്സരത്തിലെ 4ാം സ്ഥാനക്കാരുടെ ഫൈനലാണ് ഇപ്പോൾ നടക്കുന്നത്. 1ാം ട്രാക്കിൽ പുളിങ്ങുന്ന് ചുണ്ടൻ, ഒരു കാലത്ത് പുളിങ്ങുന്ന് ചുണ്ടൻ നെഹ്റു ട്രോഫി വള്ളംകളിയിലെ ജേതാവായിരുന്നു. അതിനുശേഷം നടുഭാഗം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1952 ആവേശഭരിതനായിട്ട് ചാടിക്കയറിയ നടുഭാഗം, 1952 വിജയി നടുഭാഗം. 3ാം ട്രാക്കിൽ കരുവാറ്റ, 4ാം ട്രാക്കിൽ ആയാപറമ്പ് പാണ്ടി എന്നീ വള്ളങ്ങളാണ് ചുണ്ടൻ വള്ളങ്ങളുടെ പ്രാഥമിക മത്സരയുടെ 4ാം സ്ഥാനക്കാരുടെ ഫൈനലിൽ മത്സരിക്കുന്നത്. നിർഭാഗ്യം കൊണ്ട് മാത്രമായിരിക്കാം ഇവർ പിന്നോട്ട് പോയത് 1ാം ഹീറ്റ്സിൽ വിജയിക്കുന്നത്. ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ പുന്നമടയിലെത്തിയിരിക്കുകയാണ് നെഹ്റു ട്രോഫി ജലോത്സവം കാണാൻ. ഒരു ചെറിയ പ്രദേശത്തിന്റെ പരിമിതിയിൽ നിന്നും ആഗോളവ്യാപകമായ ജനശ്രദ്ധയും പ്രശസ്തിയും കൈവരിക്കുവാൻ കഴിഞ്ഞത് നെഹ്റു ട്രോഫിക്ക് മാത്രമാണ്. ആധുനിക ഭാരതത്തിന്റെ ശില്പിയായ ജവഹർലാൽ നെഹ്റു 1952 ആലപ്പുഴ സന്ദർശിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് പുന്നമടക്കായലിൽ വള്ളംകളി ആഘോഷിച്ചു വരുന്നത്. ചുണ്ടൻ തേർഡ് ലൂസേഴ്സ് ഫൈനൽ, 3ാം ട്രാക്കിലെ കരുവാറ്റയാണ് ഇപ്പോൾ മുന്നിൽ. 3ാം ട്രാക്കിലെ കരുവാറ്റ അല്പം മുന്നിൽ. മറ്റു വള്ളങ്ങൾ പുളിങ്ങുന്ന്, നടുഭാഗം ആയാപറമ്പ് പാണ്ടി. 3ാം ഹീറ്റ്സിലെ 4ാമനായ നടുഭാഗം, 4ാം ഹീറ്റ്സിലെ 4ാമൻ കരുവാറ്റ, 2ാം ഹീറ്റ്സിലെ 4ാമൻ പുളിങ്ങുന്ന് എന്നിവ ഒപ്പത്തിനൊപ്പം പൊരുതുകയാണ് ചുണ്ടൻ തേർഡ് ലൂസേഴ്സ് ഫൈനലിൽ. ചുണ്ടൻ പ്രാഥമിക മത്സരത്തിലെ 4ാം സ്ഥാനക്കാരുടെ ഫൈനലിൽ ഇപ്പോൾ എത്തുന്നത് കരുവാറ്റയാണ്. ജലമേളകളെ ഇത്രയേറെ ആനന്ദകരമാക്കുന്നതിൽ ചെറുതും വലുതുമായ 1 ഡസനിലേറെ വള്ളം കളികൾ ആലപ്പുഴ ജില്ലയിൽ നടക്കുന്നുണ്ട്. നെഹ്റു ട്രോഫി കഴിഞ്ഞാൽ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വള്ളംകളി ചമ്പക്കുളത്താറ്റിൽ നടക്കുന്ന മൂലം വള്ളംകളിയാണ്. ജലമേളയുടെ സീസൺ ഈ മൂലം വള്ളംകളിയോടുകൂടി ആരംഭിച്ചു. എന്നാൽ ഏറ്റവും പ്രസിദ്ധമായത് വിശ്വപ്രഖ്യാപിതമായ നെഹ്റു ട്രോഫി ബോട്ട് റേസാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും സ്വദേശികളും വിദേശികളുമായിട്ടുള്ള അനേകർ ഈ വള്ളംകളി വീക്ഷിക്കുവാനായിട്ട് പുന്നമടക്കായലിന്റെ തീരത്ത് തടിച്ചുകൂടിയിട്ടുണ്ട്. യന്ത്രവൽകൃത ബോട്ടുകളിലും ചെറിയ കൺട്രി ബോട്ടുകളിലും വള്ളത്തിലും വെള്ളത്തിലും ഒക്കെ കിടന്നുകൊണ്ട് തെങ്ങിന്റെ തലപ്പത്തിരുന്നുകൊണ്ടും ഒക്കെ കാണികൾ ആവേശഭരിതമായിട്ടുള്ള ഈ മത്സരം വീക്ഷിക്കുകയാണ്. ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് ചുണ്ടൻ പ്രാഥമിക മത്സരത്തിലെ 4ാം സ്ഥാനക്കാരുടെ ഫൈനലിൽ മുന്നിട്ട് നിൽക്കുന്നത് കരുവാറ്റ വള്ളമാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. തൊട്ടു പിന്നാലെ 2ാം ട്രാക്കിലെ നടുഭാഗം. കരുവാറ്റയാണോ നടുഭാഗമാണോ ഈ മത്സരത്തിൽ വിജയിക്കുന്നതെന്ന് പ്രവചിക്കാൻ വയ്യാത്ത വിധത്തിൽ ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് പൊരുതുന്ന ആവേശകരമായിട്ടുള്ള ഒരു മത്സരമാണ് പുന്നമടയിൽ ഇപ്പോൾ നടക്കുന്നത്. കരുവാറ്റ തന്നെ വിജയിച്ചിരിക്കുന്നു. ചുണ്ടൻ തേർഡ് ലൂസേഴ്സ് ഫൈനലിൽ 3ാം ട്രാക്കിൽ തുടങ്ങിയ ആണ് ഇവിടെ മത്സരിക്കുന്നത്. 1ാം ട്രാക്കിൽ കല്ലുപ്പറമ്പൻ, 2ാം ട്രാക്കിൽ ആനാരി പുത്തൻ ചുണ്ടൻ, 3ാമത്തെ ട്രാക്കിൽ സെയിന്റ് ജോർജ്, 4ാമത്തെ ട്രാക്കിൽ പായിപ്പാട്. 1ാമത്തെ ട്രാക്കിലുള്ള കല്ലുപ്പറമ്പൻ 3ാമത്തെ ഹീറ്റ്സിലാണ് തുഴഞ്ഞ് വന്നത്. 3ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. അതുപോലെ 2ാമത്തെ ട്രാക്കിലുള്ള ആനാരി പുത്തൻ ചുണ്ടൻ ആദ്യപാദ മത്സരത്തിൽ 4ാമത്തെ ഹീറ്റ്സിലാണ് തുഴഞ്ഞത്. 3ാം ട്രാക്കിലുള്ള സെയിന്റ് ജോർജ് വള്ളം ആദ്യപാദ മത്സരത്തിൽ 2ാമത്തെ ഹീറ്റ്സിലാണ് മത്സരിച്ച് തുഴഞ്ഞ് 3ാം സ്ഥാനം നേടിയത്. 4ാമത്തെ ട്രാക്കിലുള്ള പായിപ്പാട് വള്ളം 1ാമത്തെ ഹീറ്റ്സിൽ വളരെ ആവേശകരമായ ഒരു മത്സരത്തിൽ
ചെറുതനയോട് പരാജയപ്പെട്ട്, കാരിച്ചാലിനോടും ചെറുതനയോടും പരാജയപ്പെട്ട് 3ാം സ്ഥാനം നേടിയ വള്ളമാണ്. അങ്ങനെ ആദ്യപാദ മത്സരത്തിൽ നറുക്കെടുപ്പിന്റെ അല്ലെങ്കിൽ ട്രാക്കും ഹീറ്റ്സും നിശ്ചയിച്ചപ്പോൾ നിർഭാഗ്യത്തിന്റെ അവസ്ഥയിൽ 1ാം സ്ഥാനം അല്ലെങ്കിൽ വാശിയേറിയ ഒരു ടീമിനെ, എതിരാളിയെ ആദ്യപാദ മത്സരത്തിൽ തന്നെ നേരിടേണ്ടി വന്ന 1-2 വള്ളങ്ങളെങ്കിലുമുള്ള ഒരു മത്സരമാണ് ഇപ്പോൾ ഈ 3ാം സ്ഥാനത്ത് വന്ന വള്ളങ്ങളുടെ ഈ മത്സരത്തിൽ ഇപ്പോൾ നടക്കുന്നത്. കല്ലൂപ്പറമ്പനും പായിപ്പാടുമൊക്കെ നിരവധി വിജയത്തിന്റെ ഒരുപാട് കഥകൾ പറയുന്ന വള്ളങ്ങളാണ്. ഒരു കാലത്ത് പുളുങ്കുന്നും കല്ലൂപ്പറമ്പനുമായിരുന്നു ഈ നെഹ്റു ട്രോഫിയിലെ സ്ഥിര രാജാക്കന്മാർ. മാറിയും മറിഞ്ഞും ഓരോ വർഷവും ട്രോഫി കരസ്ഥമാക്കിയിരുന്ന വള്ളങ്ങളാണവ. അത് കഴിഞ്ഞ് അതിന് മുന്നേ സെന്റ് ജോർജ് ഈ പുന്നമടക്കായലിൽ നിരവധി തവണ നെഹ്റു ട്രോഫി നേടിയിട്ടുണ്ട്. 1964 AICC നടന്നപ്പോൾ എറണാകുളത്ത് വെച്ചുള്ള മത്സരത്തിൽ ട്രോഫി നേടിയതും ഈ സെന്റ് ജോർജ് വള്ളമാണ്. അങ്ങനെ വിജയത്തിന്റെ കഥകളുള്ള, ഇപ്പോഴും വിജയിച്ചുകൊണ്ടിരിക്കുന്ന വള്ളങ്ങളുടെ ഒരു മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യപാദ മത്സരത്തിൽ 3ാം സ്ഥാനം നേടിയ എന്നതുകൊണ്ട് മാത്രം അവരുടെ ആവേശം തെല്ലും കുറഞ്ഞിട്ടില്ല. 3ാം പാദ മത്സരത്തിലെ ആളുകളിൽ 1ാം സ്ഥാനം നേടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇപ്പോൾ വള്ളങ്ങൾ തുഴഞ്ഞു വരികയാണ്. ഇപ്പോൾ 4ാമത്തെ ട്രാക്കിലുള്ള വള്ളമാണ് പായിപ്പാട് വള്ളമാണ് ഇപ്പോൾ മുന്നിൽ ലീഡ് ചെയ്യുന്നത്. പായിപ്പാട് വള്ളം ഏകദേശം വള്ളപ്പാടുകൾക്ക് മറ്റു വള്ളങ്ങളെ പിന്തള്ളിക്കൊണ്ട് കടന്നു വരികയാണ്. കല്ലൂപ്പറമ്പൻ അതിന് 2ാം സ്ഥാനത്തായിട്ട് കല്ലൂപ്പറമ്പനും ആനാരി പുത്തൻചുണ്ടനുമാണ് 2ാം സ്ഥാനത്തിനായി ശ്രമിക്കുന്നത്. പായിപ്പാട് റിയാസ് ക്യാപ്റ്റനായ കുട്ടനാട് ബോട്ട് ക്ലബ്ബ് മാമ്പുഴക്കരിക്കാർ തുഴയുന്ന പായിപ്പാട് ഇപ്പോൾ വള്ളപ്പാടുകൾക്ക് മുന്നിലായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 4ാമത്തെ ട്രാക്കിൽ ഒരു കാലത്ത് 4ാമത്തെ ട്രാക്കിൽ സ്റ്റാർട്ടിങ് മുതൽ ഫിനിഷിംഗ് വരെ ആളുകളുടെ ആരവം നേടാൻ അല്ലെങ്കിൽ ആളുകളുടെ ആവേശത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കുമായിരുന്ന ഒരു ട്രാക്കായിരുന്നു. അങ്ങനെ ഡിമാൻഡുള്ള ഒരു ട്രാക്കായിരുന്നു ആദ്യകാലത്ത് 4ാം ട്രാക്ക്. കാലക്രമേണ മണ്ണൊക്കെ വീണ് ആഴം കുറഞ്ഞപ്പോൾ 4ാം ട്രാക്കിലെ വള്ളങ്ങൾക്ക് വിജയസാധ്യത കുറഞ്ഞു. പക്ഷേ ഈക്കുറി എല്ലാ വള്ളങ്ങൾക്കും എല്ലാ ട്രാക്കിനും തുല്യ ആഴം ഉണ്ടാക്കുവാൻ വേണ്ടി ട്രാക്കുകളെല്ലാം ആഴം കൂട്ടി, എല്ലാ ട്രാക്കും ഒരേ രീതിയിൽ ആഴം കൂട്ടി ഒരേ ലെവലിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ട്രാക്ക് മറ്റൊരു ട്രാക്കിനേക്കാൾ മെച്ചമെന്ന് പറയുവാൻ സാധിക്കുകയില്ല. എങ്കിലും അതുകൊണ്ടാണ് ഒരുപക്ഷെ 4ാമത്തെ ട്രാക്കിൽ കൂടെ വരുന്ന പായിപ്പാട് വള്ളം ഇതാ കുതിച്ച് മുന്നേറുകയാണ്. നല്ല അടുക്കും ചിട്ടയോടും കൂടി ഒരേ രീതിയിൽ ഒരേ താളത്തിനൊപ്പിച്ച് പനനയം പറഞ്ഞുകൊണ്ട് പായിപ്പാട്ടെ ചുടക്കുട്ടന്മാർ മുന്നോട്ട് വരികയാണ്. മൂന്നാമത്തെ ചുണ്ടൻ വള്ളങ്ങളുടെ 3ാം സ്ഥാനക്കാരുടെ മത്സരത്തിൽ പായിപ്പാട് വള്ളം കുട്ടനാട്ടിലെ ഏറ്റവും പുതിയ വള്ളം കുട്ടനാട്ടിലെ ഏറ്റവും പുതിയ വള്ളമായ കൊടുപ്പിന ദേവനാരായണാശാരിയുടെ പിന്മുറക്കാരായ കോയിൽമുക്ക് നാരായണാശാരി പണിത ഏറ്റവും അദ്ദേഹത്തിന്റെ പിന്മുറക്കാർ ഉമാമഹേശ്വരനും ഒക്കെ കൂടി പണിതിറക്കിയ പായിപ്പാട് വള്ളം ഇതാ 3ാം സ്ഥാനക്കാരുടെ മത്സരത്തിൽ ഒന്നാമതെത്തിയിരിക്കുന്നു. കുട്ടനാട്ടിലെ ഏറ്റവും പുതിയ വള്ളമായ പായിപ്പാട് ചുണ്ടൻ വള്ളങ്ങളുടെ 3ാം സ്ഥാനക്കാരുടെ ആദ്യപാദ മത്സരത്തിൽ 3ാം സ്ഥാനം നേടിയ ചുണ്ടൻ വള്ളങ്ങളുടെ ലൂസ് സൈസ് ഫൈനൽ. ആദ്യപാദ മത്സരത്തിൽ ഇഞ്ചുകളുടെ വ്യത്യാസത്തിന് പിന്നിൽ പോകേണ്ടി വന്ന ചുണ്ടൻ വള്ളങ്ങളുടെ ലൂസ് സൈസ് ഫൈനൽ ഇതാ ആരംഭിച്ചിരിക്കുകയാണ്. 1ാമത്തെ ട്രാക്കിൽ ആലപ്പാട് പുത്തൻചുണ്ടൻ, 2ാമത്തെ ട്രാക്കിൽ ശ്രീ ഗണേശ്, 3ാമത്തെ ട്രാക്കിൽ ആയാപറമ്പ് വലിയ ദിവാഞ്ചി, 4ാമത്തെ ട്രാക്കിൽ കാരിച്ചാൽ. പേരും പെരുമയും ചരിത്രവും ഒക്കെ ഒരുപാട് പറയുവാനുള്ള, വിജയത്തിന്റെ ഒരുപാട് കഥകൾ, 100 കഥകൾ പറയുവാനുള്ള 4 കളിവള്ളങ്ങൾ ആയാപറമ്പ് വലിയ ദിവാഞ്ചിയിൽ UBC കൈനേരിക്കാരെത്തിയിരിക്കുന്നു. അതുപോലെ കാരിച്ചാൽ ചുണ്ടനിൽ കഴിഞ്ഞ വർഷത്തെ വിജയികളായ കാരിച്ചാൽ ചുണ്ടനിൽ നവജീവൻ ബോട്ട് ക്ലബ്ബ് ആർപ്പൂക്കരക്കാരാണ് എത്തിയിരിക്കുന്നത്. എന്നാൽ 2ാം ഗീറ്റ്സ് ട്രാക്കിലുള്ള ശ്രീ ഗണേശിൽ എത്തിയിരിക്കുന്നത് ഐമനം ബോട്ട് ക്ലബ്ബുകാർ കോട്ടയംകാരാണ്. അതുപോലെ 1ാം ട്രാക്കിൽ ആലപ്പാട് വള്ളത്തിൽ അങ്ങ് പള്ളിപ്പാട്ടുകാർ, ഹരിപ്പാടിനടുത്തുള്ള പള്ളിപ്പാട്ട് ടീം എത്തിയിരിക്കുന്നു. അങ്ങനെ പ്രഗത്ഭരായ നെഹ്റു ട്രോഫി നേടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തുഴഞ്ഞു മുന്നേറി വന്ന, അല്ലെങ്കിൽ നിരവധി ദിവസങ്ങളിലെ നിരവധി ആഴ്ചകളോളം ട്രയലുകൾ നേടിയെടുത്തിയ, ട്രയലുകൾ കഴിഞ്ഞിട്ട് ഈ നെഹ്റു ട്രോഫിയിൽ മുത്തമിടുവാൻ വേണ്ടി എത്തിയിട്ടുള്ള 4 വള്ളങ്ങൾ ആദ്യപാദ മത്സരത്തിൽ എതിരാളിയോട് ഇഞ്ചുകൾക്ക് പിന്നിലായിപ്പോയി. നിർഭാഗ്യവശാൽ ഇഞ്ചുകൾക്ക് പിന്നിലായിപ്പോയെങ്കിലും അങ്ങനെ അവരെ എഴുതിത്തള്ളാൻ പറ്റാത്ത 4 കളിവള്ളങ്ങളാണ് 2ാം സ്ഥാനക്കാരുടെ ഈ പോരാട്ടത്തിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വാശിയേറിയ ഒരു പോരാട്ടം, വളരെ തുല്യത പാലിച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടം, വളരെ ആവേശകരമായ ഒരു പോരാട്ടമാണ് ഈ കളിവള്ളങ്ങൾ കാഴ്ചവെക്കുന്നത്. 1ാം ട്രാക്കിലുള്ള ആലപ്പാട് വള്ളത്തിൽ തുഴയുന്നത്
to the song of ഒന്നാം ട്രാക്കിലുള്ള ആലപ്പാട് പുത്തൻ ചുണ്ടനിൽ തുഴയുന്നത് ബ്രദേഴ്സ് ബോട്ട് ക്ലബ്ബ് പള്ളിപ്പാടുകാരാണ്. പി സുനിലാണ് അതിന്റെ ക്യാപ്റ്റൻ. എന്നാൽ രണ്ടാം ട്രാക്കിലുള്ള ശ്രീ ഗണേശ് വള്ളത്തിൽ തുഴയുന്നത് പി ജെ ജോർജിന്റെ നേതൃത്വത്തിലുള്ള ഐമനം ബോട്ട് ക്ലബ്ബ് കോട്ടയംകാരാണ്. മൂന്നാം ട്രാക്കിലുള്ള ആയാപറമ്പ് വലിയ ദിവാഞ്ചി വള്ളത്തിൽ തുഴയുന്നത് UBC കൈനകരിക്കാരാണ്. ആർ വിശാഖനാണ് അതിന്റെ ക്യാപ്റ്റൻ. നാലാമത്തെ ട്രാക്കിലുള്ള കാരിച്ചാൽ വള്ളത്തിൽ തുഴയുന്നത് തമ്പി പടിപ്പാറയുടെ നേതൃത്വത്തിലുള്ള നവജീവൻ ബോട്ട് ക്ലബ്ബ് ആർപ്പൂക്കര. ഇങ്ങനെ 4 കളിവള്ളങ്ങൾ ഏകദേശം 12 വർഷം നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ കാരിച്ചാൽ ചുണ്ടൻ 4ാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ നിരവധി തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട ടീമായ UBC കൈനകരിയുടെ നേതൃത്വത്തിലുള്ള ആയാപറമ്പ് വലിയ ദിവാഞ്ചി 3ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു. അതുപോലെ പഴയ പായ്പാട് വള്ളമായ ശ്രീ ഗണേശിൽ തുഴയുന്നത് ഐമനം ബോട്ട് ക്ലബ്ബുകാരാണ്. ഇപ്പോൾ 4 വള്ളങ്ങളും ഒരേ രീതിയിലുള്ള ഒരു പോരാട്ടമാണ്. ഇപ്പോഴും ഒരു ലീഡ് പറയുവാൻ സാധിക്കില്ല. ഏത് വള്ളമാണ് ജയിക്കുക, ഏത് വള്ളമാണ് മുന്നേറ്റം നടത്തുക എന്നുള്ള ഒരു പ്രവചനം നടത്തുവാൻ ഇപ്പോഴും അസാധ്യമായ രീതിയിലുള്ള ഒരു പോരാട്ടമാണ് നടത്തുന്നത്. ചെറമുറി ആയിട്ടില്ല. ഇപ്പോഴും ചെറമുറിയുടെ പകുതി ഭാഗം മാത്രം കഴിഞ്ഞു നിൽക്കുന്ന ഈ അവസരത്തിൽ 3ാമത്തെ ട്രാക്കിലുള്ള വള്ളം, അതില 4ാമത്തെ ട്രാക്കിലുള്ള വള്ളം, 4ഉം 3ഉം ട്രാക്കിലുള്ള വള്ളങ്ങളാണ് അല്പം മുന്നേറ്റം നടത്തിയിട്ടുള്ളത്. കാരിച്ചാലും വലിയ ദിവാഞ്ചിയും ആണ് അല്പം ലീഡ്. പക്ഷേ ഇനിയും ഒരു അട്ടിമറിക്ക് സാധ്യതയുണ്ട്. ഏത് വള്ളം വേണമെങ്കിലും ഇനിയും കുതിച്ച് മുന്നേറ്റം നടത്താവുന്നതാണ്. 1ാമത്തെ ട്രാക്കിലുള്ള ആലപ്പാട് അല്പം പിന്നിലാണ്. മറ്റ് 3 വള്ളങ്ങളും ഏകദേശം ഒരേ രീതിയിൽ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാലാമത്തെയും 3ാമത്തെയും ട്രാക്കിലുള്ള നവജീവൻ ബോട്ട് ക്ലബിന്റെ കാരിച്ചാലും UBC കൈനകരിയുടെ ആയാപറമ്പ് വലിയ ദിവാഞ്ചിയുമാണ് ഇപ്പോഴും മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിജയത്തിന്റെ 100 കഥകൾ പറയുവാനുള്ള വള്ളങ്ങളാണ് അല്ലെങ്കിൽ ടീമുകളാണ് ഈ 2 ടീം. ഇപ്പോൾ 3ാമത്തെ ട്രാക്കിലുള്ള ആയാപറമ്പ് വലിയ ദിവാഞ്ചി അല്പം മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ആയാപറമ്പ് വലിയ ദിവാഞ്ചിയും കാരിച്ചാലും തമ്മിലുള്ള ഒരു ഉജ്ജ്വലമായ ഒരു പോരാട്ടം. ഏത് വള്ളമാണ് ജയിക്കുക എന്ന് പറയുവാൻ സാധിക്കില്ല. ബഹുമാനിയായ കൃഷി വകുപ്പ് മന്ത്രി ശ്രീമതി KR ഗൗരിയമ്മയും അതുപോലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി G കാർത്തികേയനും ഈ വള്ളംകളിയുടെ ആവേശത്തിൽ പങ്കെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ വളരെ വാശിയേറിയ ഒരു പോരാട്ടം നടക്കുമ്പോൾ ഇതാ ആയാപറമ്പ് വലിയ ദിവാഞ്ചിയും കാരിച്ചാലും തമ്മിൽ ഉജ്ജ്വലമായ ഒരു പോരാട്ടം നടക്കുന്നു. 3ഉം 4ഉം ട്രാക്കിലൂടെ ഉജ്ജ്വലമായ ഒരു പോരാട്ടം നടത്തിക്കൊണ്ട് ആയാപറമ്പ് വലിയ ദിവാഞ്ചിയും കാരിച്ചാലും മുന്നേറ്റം നടത്തുകയാണ്. 1ാം ട്രാക്കിലുള്ള ആർ വിശാഖൻ ക്യാപ്റ്റനായുള്ള UBC കൈനകരി ഇതാ 3ാം ട്രാക്കിലൂടെ കുതിച്ചു മുന്നേറുകയാണ്. UBCയുടെ വലിയ ദിവാഞ്ചിയും കാരിച്ചാൽ തമ്പി പടിപ്പാറയുടെ കാരിച്ചാലും തമ്മിലുള്ള ഉജ്ജ്വലമായ ഒരു പോരാട്ടം. ഒരു ഫോട്ടോ ഫിനിഷിനെ പോലും നാണിപ്പിക്കത്തക്ക രീതിയിലുള്ള ഉജ്ജ്വലമായ, അവരെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഇഞ്ചോടിഞ്ച് പൊരുതി ആയാപറമ്പ് വലിയ ദിവാഞ്ചിയും കാരിച്ചാലും മുന്നേറ്റം നടത്തുകയാണ്. ഒരേ രീതിയിൽ ഇത് അല്പം മുൻപിൽ കാരിച്ചാലാണോ എന്ന് സംശയിക്കത്തക്ക രീതിയിൽ കാരിച്ചാലും ആയാപറമ്പ് വലിയ ദിവാഞ്ചിയും ഇഞ്ചുകൾക്ക് പൊരിഞ്ച് മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ വർഷത്തെ 52ാമത്തെ ട്രോഫി നെഹ്റു ട്രോഫിക്ക് വേണ്ടിയുള്ള ജലരാജാക്കന്മാരുടെ കരുത്തന്മാരുടെ പോരാട്ടം അങ്ങ് പുന്നമടക്കായലിന്റെ അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആരംഭിച്ചിരിക്കുകയാണ്. 4 ചുണ്ടൻ വള്ളങ്ങൾ, കുട്ടനാട്ടിലെ പേരും പെരുമയുമുള്ള 4 ചുണ്ടൻ വള്ളങ്ങളാണ് ഈ കുറി മത്സരത്തിൽ പങ്കെടുക്കുന്നത്. 1ാമത്തെ ട്രാക്കിൽ ജവഹർ തായങ്കരി, 2ാമത്തെ ട്രാക്കിൽ ചമ്പക്കുളം, 3ാമത്തെ ട്രാക്കിൽ ചെറുതന, 4ാമത്തെ ട്രാക്കിൽ വെള്ളംകുളങ്ങര. അങ്ങനെ 4 ചുണ്ടൻ വള്ളങ്ങൾ ഇതാ മുന്നോട്ട് വരികയാണ്. ജവഹർ തായങ്കരി 1ാമത്തെ ട്രാക്കിലും, ചമ്പക്കുളം 2ാമത്തെ ട്രാക്കിലും, ചെറുതന 3ാമത്തെ ട്രാക്കിലും, വെള്ളംകുളങ്ങര 4ാമത്തെ ട്രാക്കിലും. 52ാമത്തെ നെഹ്റു ട്രോഫിക്ക് വേണ്ടി 52 വർഷങ്ങൾക്ക് മുമ്പ് പണ്ഡിറ്റ് ജവഹർലാലിന്റെ കയ്യൊപ്പോടുകൂടി ആലപ്പുഴയിലെത്തിയ വെള്ളിയിൽ തീർത്ത ആ കുട്ടനാട്ടുകാരുടെ എല്ലാം സ്വപ്നമായ നെഹ്റു ട്രോഫിക്ക് വേണ്ടി ചുണ്ടൻ വെള്ളത്തിന്റെ മാതൃകയിലുള്ള വെള്ളിയിൽ തീർത്ത പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പോടുകൂടിയ നെഹ്റു ട്രോഫിക്ക് വേണ്ടിയുള്ള വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന കഴിഞ്ഞ വർഷത്തെ നെഹ്റു ട്രോഫിക്ക് ശേഷം ഓരോ കരക്കാരുടെയും ആത്മാവിൽ നെഞ്ചിലേറ്റി ലാളിച്ചു സൂക്ഷിച്ച ആ മോഹത്തിന്റെ ആ മനോഹരമായ നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം 52ാമത്തെ നെഹ്റു ട്രോഫി ആർക്ക് നേടും എന്ന് പ്രവചിക്കുവാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. ഇതാ 4 കളിവള്ളങ്ങൾ പേരും പെരുമയും ആർജിച്ച കുട്ടനാട്ടിലെ തോടുകളിലും ആറുകളിലും അതുപോലെ പുന്നമടക്കായലിലും വേമ്പനാട്ട് കായലിലും വീരാധികാസങ്ങൾ തീർത്ത 4 കളിവള്ളങ്ങൾ. 1ാമത്തെ ട്രാക്കിൽ ജവഹർ തായങ്കരി,
തായങ്കരിക്കാരുടെ സ്വപ്നമായ, തായങ്കരിക്കാരുടെ ആഗ്രഹമായ, തായങ്കരിക്കാരുടെ മോഹമായ ജവഹർ തായങ്കരി കുമരകംകാരുടെ അവരുടെ നേതൃത്വത്തിൽ പ്രഗത്ഭരായ കുമരകം ടീം ഇതാ തായങ്കരിക്കാരുടെ ജവഹർ തായങ്കരിയുമായി ഒന്നാം ട്രാക്കിലൂടെ കുതിച്ചു വരുന്നു. എന്നാൽ രണ്ടാം ട്രാക്കിലുള്ള ചമ്പക്കുളം വള്ളം പേരും നിരവധി തവണ 90കളിൽ പുന്നമടക്കായൽ കീഴടക്കി വാണ ചമ്പക്കുളം ചുണ്ടൻ ഇതാ രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുന്നു. മൂലം ട്രോഫിയിൽ നിരവധി തവണ മുത്തമിട്ട ചമ്പക്കുളം ചുണ്ടൻ രണ്ടാം ട്രാക്കിൽ, പുന്നമടക്കായലിലെ നെഹ്റു ട്രോഫിയിൽ നിരവധി തവണ ട്രോഫി കരസ്ഥമാക്കിയ ചമ്പക്കുളം ചുണ്ടൻ രണ്ടാം ട്രാക്കിൽ. മൂന്നാം ട്രാക്കിലുള്ള ചെറുതന ഇതുവരെ നെഹ്റു ട്രോഫി കരസ്ഥമാക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത ചെറുതന ഇക്കുറി നെഹ്റു ട്രോഫി തങ്ങൾക്ക് സ്വന്തമാക്കുമെന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബുകാർ തുഴയുന്ന ചെറുതന ചുണ്ടൻ മൂന്നാം ട്രാക്കിൽ. അതുപോലെ നാലാമത്തെ ട്രാക്കിൽ വെള്ളംകുളങ്ങര ചുണ്ടൻ പാലക്കുടി കറിയാച്ചൻ നേതൃത്വം നൽകുന്ന നാട്ടകം ബോട്ട് ക്ലബിന്റെ വെള്ളംകുളങ്ങര നാലാമത്തെ ട്രാക്കിൽ. 88ലും കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പും ട്രോഫി നേടിയ വെള്ളംകുളങ്ങര ചുണ്ടൻ പഴയ നെപ്പോളിയൻ എന്ന നാമധേയത്തിൽ നിരവധി തവണ 1960കളിൽ പുന്നമടക്കായലിന്റെ രോമാഞ്ചമായിരുന്ന നെപ്പോളിയൻ ഇതാ വെള്ളംകുളങ്ങരയുടെ പേരിൽ മുന്നേറ്റം നടത്തുന്നു. അങ്ങനെ ഒന്നാമത്തെ ട്രാക്കിലുള്ള ജവഹർ തായങ്കരിയും, രണ്ടാമത്തെ ട്രാക്കിലുള്ള ചമ്പക്കുളവും, മൂന്നാമത്തെ ട്രാക്കിലുള്ള ചെറുതനയും, നാലാമത്തെ ട്രാക്കിലുള്ള വെള്ളംകുളങ്ങരയും ഇഞ്ചോടിഞ്ച് പൊരുതി അവരുടെ ശക്തി മുഴുവൻ ഈ പനംനുരയിൽ ആവാഹിച്ചുകൊണ്ട് പുന്നമടക്കായലിനെ കീറിമുറിച്ചുകൊണ്ട് സർവ്വശക്തിയും എടുത്തുകൊണ്ട് തങ്ങൾക്ക് ഈ നെഹ്റു ട്രോഫി കരസ്ഥമാക്കണം, തങ്ങളുടെ ഗ്രാമത്തിന് ഈ നെഹ്റു ട്രോഫിയിൽ മുത്തമിടണം, തങ്ങളുടെ കരക്കാർക്ക് ഒരു നേട്ടമാകണം, തങ്ങൾക്ക് നെഞ്ചിലേറ്റിൽ ലാളിക്കുവാൻ ഒരു സ്വപ്നം വേണം എന്നുള്ള ദൃഢപ്രതിജ്ഞയോടുകൂടി 4 കളിവള്ളങ്ങൾ ഒന്നാമത്തെ ട്രാക്കിലുള്ള ജവഹർ തായങ്കരി, രണ്ടാമത്തെ ട്രാക്കിലുള്ള ചമ്പക്കുളം, മൂന്നാമത്തെ ട്രാക്കിലുള്ള ചെറുതന, നാലാമത്തെ ട്രാക്കിലുള്ള വെള്ളംകുളങ്ങര. ഏത് വള്ളം ജയിക്കുമെന്ന് ഇനിയും പ്രവചിക്കുവാൻ സാധ്യമല്ല. ഏകദേശം ചെറമുറിയോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും 4 വള്ളങ്ങളും ഒരേ രീതിയിൽ മുന്നേറ്റം നടത്തുകയാണ്. കാണികളെ ഹർഷോന്മാതരാക്കിക്കൊണ്ട് പുന്നമടക്കായലിന്റെ ഇരുകരകളിൽ നിൽക്കുന്ന കാണികൾക്ക് ആവേശം പകർന്നുകൊണ്ട് ജവഹർ തായങ്കരിയും ചമ്പക്കുളവും ചെറുതനയും വെള്ളംകുളങ്ങരയും കടന്നു വരുന്നു. ഗോകുലൻ ഗോപാലൻ നയിക്കുന്ന കുമരകം ബോട്ട് ക്ലബിന്റെ ജവഹർ തായങ്കരി മുന്നേറ്റം നടത്തുമോ? ജെയിംസ് കുട്ടി ജേക്കബ് നയിക്കുന്ന തിരുവാർപ്പ് ബോട്ട് ക്ലബിന്റെ ചമ്പക്കുളം വള്ളം മുന്നേറ്റം നടത്തുമോ? അതുപോലെ രാജു വടക്കത്ത് നേതൃത്വം നൽകുന്ന ടൗൺ ബോട്ട് ക്ലബ്ബ് കുമരകത്തിന്റെ ചെറുതന നെഹ്റു ട്രോഫിയിൽ മുത്തമിടുമോ? പാലക്കുടി കറിയാച്ചൻ നേതൃത്വം നൽകുന്ന നാട്ടകം ബോട്ട് ക്ലബിന്റെ വെള്ളംകുളത്തൂർ ചുണ്ടൻ ഇക്കുറി നെഹ്റു ട്രോഫിയിൽ മുത്തമിടുമോ എന്ന് പ്രവചിക്കുവാൻ സാധ്യമല്ല. 4 വള്ളങ്ങളും ഒരേ രീതിയിലുള്ള മനോഹരമായ ഒരു പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇരുകരകളിലുമുള്ള കാണികൾ ഈ കായിക താരങ്ങളെ, കുട്ടനാട്ടിന്റെ രോമാഞ്ചമായ ഈ കരുമാടിക്കുട്ടന്മാരെ ആവേശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും 4 വള്ളങ്ങൾ ഒരേ രീതിയിൽ മുന്നേറ്റം നടത്തുന്നു. ഏത് വള്ളം ജയിക്കുമെന്ന് ഇനിയും പ്രവചിക്കുവാൻ സാധ്യമല്ല. ഇതാ 4 വള്ളങ്ങൾ. ഒന്നാം ട്രാക്കിൽ ജവഹർ തായങ്കരി, രണ്ടാം ട്രാക്കിൽ ചമ്പക്കുളം, മൂന്നാം ട്രാക്കിൽ ചെറുതന, നാലാം ട്രാക്കിൽ വെള്ളംകുളങ്ങര. ഇങ്ങനെ 4 കളിവള്ളങ്ങൾ. ഏത് വള്ളം വിജയിക്കുമെന്ന് ഇനിയും പ്രവചിക്കുവാൻ സാധ്യമല്ല. ഇപ്പോൾ മൂന്നാം ട്രാക്കിലുള്ള ചെറുതനയാണോ, നാലാം ട്രാക്കിലുള്ള വെള്ളംകുളങ്ങരയാണോ, രണ്ടാം ട്രാക്കിലുള്ള ചമ്പക്കുളമാണോ, ഒന്നാം ട്രാക്കിലുള്ള ജവഹർ തായങ്കരിയാണോ? ഏതാണ് ഈ കുറി 52ാമത് നെഹ്റു ട്രോഫി കരസ്ഥമാക്കുക എന്ന് പ്രവചിക്കുവാൻ കഴിയാൻ പറ്റാത്ത രീതിയിൽ ഉള്ള വാശിയേറിയ ഒരു പോരാട്ടം നടക്കുന്നു. ഇതാ മൂന്നാം ട്രാക്കിലുള്ള ചെറുതന 27ാം നമ്പർ വള്ളം ചെറുതന. രാജു വടക്കത്തെ ചെറുതന ചുണ്ടൻ കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ ചെറുതന ഒരു പുതിയ ചരിത്രം തിരിച്ചുകൊണ്ട്, ഒരു പുതിയ ചരിത്രം ഇതിഹാസം സൃഷ്ടിച്ചുകൊണ്ട് ചരിത്രത്തിലാദ്യമായി നെഹ്റു ട്രോഫിയുടെ 52 വർഷത്തെ ചരിത്രത്തിലാദ്യമായി ചെറുതന ചുണ്ടൻ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയിരിക്കുകയാണ്. തൊട്ടടുത്ത കരക്കാരായ നാട്ടകംകാരെയും കുമരകംകാരെയും എല്ലാം പിന്തള്ളിക്കൊണ്ട്, തിരുവാർപ്പുകാരെയും എല്ലാം പിന്തള്ളിക്കൊണ്ട് കോട്ടയത്തെ 4 വള്ളങ്ങളുടെ ഈ വർഷത്തെ നെഹ്റു ട്രോഫി ഫൈനൽ മത്സരത്തിൽ ചെറുതന ചുണ്ടൻ ഒന്നാമതായി ഫിനിഷ് ചെയ്യുന്നു. സ്ലോ മോഷനിലുള്ള ദൃശ്യം കാണുക. ഇഞ്ചോടിഞ്ച് പൊരുതിക്കൊണ്ട് ചെറുതനയും വെള്ളംകുളങ്ങരയും ചമ്പക്കുളവും ജവഹർ തായങ്കരിയും ഇഞ്ചോടിഞ്ച് പൊരുതി മുന്നേറുന്നു. മൂന്നാം ട്രാക്കിലുള്ള ചെറുതന ചുണ്ടൻ ഇതാ 1ാം സ്ഥാനത്തേക്ക് ഫിനിഷ് ചെയ്യുന്നു. സ്ലോ മോഷനിലുള്ള ദൃശ്യം. ചെറുതന ചുണ്ടൻ 1ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നു. 2ാം സ്ഥാനത്ത് ചമ്പക്കുളം, 3 ജവഹർ തായങ്കരി, 4 വെള്ളംകുളങ്ങര. അങ്ങനെ ഒരു പുതിയ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് 52ാമത് നെഹ്റു ട്രോഫി ചെറുതന ചുണ്ടൻ കരസ്ഥമാക്കിയിരിക്കുകയാണ്. 52 വർഷത്തെ ചരിത്രമുള്ള, 52 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച 52ാമത് നെഹ്റു ട്രോഫി ജലമേളയുടെ ഈ വർഷത്തെ 2004
വെള്ളിക്കപ്പ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പോടുകൂടിയ ചുണ്ടൻ വെള്ളത്തിന്റെ മാതൃകയിലുള്ള വെള്ളി ട്രോഫി ഇതാ ചെറുതന ചുണ്ടൻ കരസ്ഥമാക്കിയിരിക്കുകയാണ്. 1986 നിർമ്മിച്ചു എങ്കിലും ഇതുവരെ ട്രോഫി കരസ്ഥമാക്കാൻ പറ്റാത്ത ചെറുതന ചുണ്ടന് അല്പം കഴിയുമ്പോൾ നമ്മുടെ ബഹുമാന്യയായ മന്ത്രി ശ്രീമതി ഗൗരിയമ്മ ട്രോഫി നൽകും. വാശിയേറിയ ഒരു പോരാട്ടത്തിൽ അല്പം താമസിച്ചു എങ്കിലും കാണികളെയെല്ലാം ആവേശപ്പെടുത്തിക്കൊണ്ട് 4 ചുണ്ടൻ വള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനലിലും അതുപോലെ ഫൈനലിലും വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ കാഴ്ചവെച്ചത്. അതായത് ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനലിൽ കോട്ടയംകാരായ 4 ടീമാണ് പങ്കെടുത്തത്. ഒന്നാമത്തെ ട്രാക്കിൽ ജവഹർ തായങ്കരി കോട്ടയത്തെ തന്നെ കുമരകം ക്ലബിന്റേതായിരുന്നു. രണ്ടാമത്തെ ട്രാക്കിലുള്ള ചമ്പക്കുളം വള്ളം കോട്ടയത്തെ തന്നെ തിരുവാർപ്പ് ക്ലബിന്റേതായിരുന്നു. മൂന്നാമത്തെ ട്രാക്കിൽ വന്ന 1-ാം സ്ഥാനം നേടിയ ചെറുതന കോട്ടയത്തെ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബുകാരാണ് തുഴഞ്ഞത്. 4-ാമത്തെ ട്രാക്കിൽ വന്ന വെള്ളംകുളങ്ങര നാട്ടകം ബോട്ട് ക്ലബ്ബുകാരാണ് തുഴഞ്ഞത്. അങ്ങനെ കോട്ടയം ജില്ലയിലെ ഒരു ഫൈനൽ മത്സരമായി 2004 നെഹ്റു ട്രോഫി നടന്നു. കോട്ടയംകാരുടെ വാശിയേറിയ ഒരു പോരാട്ടത്തിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ചെറുതന ചുണ്ടൻ രാജു വടക്കത്ത് നേതൃത്വം നൽകിയ ചെറുതന ചുണ്ടൻ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബുകാരെ തുഴഞ്ഞ ചെറുതന ചുണ്ടൻ 1986 നിർമ്മിച്ച അന്നു മുതൽ ഓരോ വർഷവും നെഹ്റു ട്രോഫിക്കായി വേഴാമ്പലിനെ പോലെ കാത്തിരുന്ന ചെറുതന ചുണ്ടൻ അങ്ങനെ വർഷങ്ങൾക്ക് കഴിഞ്ഞ് 2004 നെഹ്റു ട്രോഫി കരസ്ഥമാക്കി. ചെറുതന നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ ഒരു തങ്കലിപികളിൽ ഒരു സ്ഥാനം നേടിയിരിക്കുകയാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരത്തിന്റെ സ്ലോ മോഷൻ വീണ്ടും കാണാം. വാശിയേറിയ ഒരു പോരാട്ടത്തിൽ ഇഞ്ചോടിഞ്ച് പൊരുതി ചെറുതന ചുണ്ടൻ മറ്റ് 2 വള്ളങ്ങളെ, അതുവരെ മുൻപിലായിരുന്ന വള്ളങ്ങളെ, അതുവരെ ഒരേ രീതിയിൽ വന്ന വള്ളങ്ങളെ പിന്തള്ളി ഇഞ്ചോടിഞ്ച് പൊരുതി ചെറുതന 3-ാം ട്രാക്കിൽ വന്ന ചെറുതന ചുണ്ടൻ മുന്നേറുന്നു. 3-ാം ട്രാക്കിലെ ചെറുതന ചുണ്ടൻ 1-ാം സ്ഥാനത്തേക്ക് മറ്റ് തൊട്ടടുത്തുള്ള വള്ളങ്ങളെ 2-ാം ട്രാക്കിലെ ചമ്പക്കുളം ചുണ്ടനെ ഇഞ്ചോടിഞ്ച് പിന്നിലാക്കി ചെറുതന ചുണ്ടൻ 1-ാം സ്ഥാനം കരസ്ഥമാക്കുന്ന സ്ലോ മോഷനാണ് നിങ്ങൾ കാണുന്നത്. ഇഞ്ചുകളുടെ ഏകദേശം ഒരു തുഴപ്പാട് പോലും വ്യത്യാസമില്ലാതെയാണ് ചെറുതന ചുണ്ടൻ ചമ്പക്കുളം ചുണ്ടന്റെ മേൽ ആധിപത്യം നേടിയത്. അതിന് പിന്നിൽ ജവഹർ തായങ്കരി ആയിരുന്നു. 4-ാം സ്ഥാനം കൊണ്ട് വെള്ളംകുളങ്ങരയ്ക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു. അങ്ങനെ നിരവധി തവണ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ ചമ്പക്കുളത്തെയും ജവഹർ തായങ്കരിയെയും വെള്ളംകുളങ്ങരയെയും പിന്തള്ളി ഇതുവരെ നെഹ്റു ട്രോഫിയിൽ മുത്തമിടുവാൻ ഭാഗ്യം ശ്രദ്ധിക്കാത്ത ചെറുതന ചുണ്ടന് അവരുടെ ചരിത്രത്തിൽ ചെറുതനക്കരക്കാർക്ക് മുഴുവൻ ആഹ്ലാദം പകർന്നുകൊണ്ട് അവർക്ക് ആഹ്ലാദം ജീവിതകാലം മുഴുവൻ അനുഭവിക്കത്തക്ക രീതിയിൽ ഓർമ്മിക്കത്തക്ക രീതിയിൽ ഒരു സ്വപ്നമായ നെഹ്റു ട്രോഫിയിൽ മുത്തമിടാൻ അവസരം കൊടുത്തിരിക്കുന്നത് കുമരകത്തെ ടൗൺ ബോട്ട് ക്ലബ്ബുകാരാണ്. രാജു വടക്കത്തിന്റെ നേതൃത്വത്തിലുള്ള ടൗൺ ബോട്ട് ക്ലബ്ബുകാര് ചെറുതന വള്ളത്തിൽ തുഴഞ്ഞ് നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട് ചെറുതനയുടെ ഇതുവരെയുള്ള നിർഭാഗ്യം അകറ്റിയിരിക്കുകയാണ്. അങ്ങനെ ഇതാ ഈ പുതുവർഷത്തിൽ 2004 ഒരു പുതിയ ജേതാവ് കൂടെ നെഹ്റു ട്രോഫിയുടെ ചരിത്രം ഇനി പുതിയൊരു ജേതാവിനെ കൂടെ കണക്കാക്കേണ്ടി വരുന്നു. അങ്ങനെ 2004 ഇതുവരെ ഇല്ലാത്ത നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ ഇതുവരെ പങ്കെടുക്കുവാൻ പറ്റാത്ത, ചരിത്രത്തിൽ ഇതുവരെ വിജയിക്കുവാൻ പറ്റാത്ത ചെറുതന ചുണ്ടനിൽ വാശിയേറിയ പോരാട്ടം നടത്തിക്കൊണ്ട് വളരെ മനോഹരമായ ഒരു തുഴച്ചിൽ കാഴ്ചവെച്ചുകൊണ്ട് മറ്റ് കളിവള്ളങ്ങളെ പിന്തള്ളിക്കൊണ്ട് ചെറുതന 1-ാം സ്ഥാനം നേടിയിരിക്കുകയാണ്. ചെറുതനയ്ക്ക് 1-ാം സ്ഥാനം, ചമ്പക്കുളം 2-ാം സ്ഥാനം, ജവഹർ തായങ്കരി 3-ാം സ്ഥാനം, വെള്ളംകുളങ്ങര 4-ാം സ്ഥാനം. അങ്ങനെ വളരെ അല്പമൊന്ന് കാത്തിരിക്കേണ്ടി വന്നെങ്കിലും വളരെ വാശിയേറിയതും മനോഹരവുമായ ആവേശകരമായ ഒരു മത്സരം കണ്ടതിന്റെ സന്തോഷത്തിലാണ് കളിവള്ളങ്ങളും അതുപോലെ തന്നെ ബോട്ടുകളിലും ചെറുവള്ളങ്ങളിലുമൊക്കെ എത്തിയ പുന്നമടക്കായലിലെത്തിയ കാഴ്ചക്കാർ. അവര് വള്ളംകളി കഴിഞ്ഞു. വള്ളംകളിയുടെ ഔദ്യോഗികമായ ഫലപ്രഖ്യാപനവും കഴിഞ്ഞു. ഇനിയും ട്രോഫികൾ വിതരണം ചെയ്യുന്ന ചടങ്ങുകൾ മാത്രമേ നടക്കുവാനുള്ളൂ. ആ ചടങ്ങിനായി കളിവള്ളങ്ങളെല്ലാം വിശിഷ്ട അതിഥികളുടെ പവലിയനിലേക്ക് എത്തുകയാണ്. നമ്മളുടെ ബഹുമാന്യയായ കൃഷി വകുപ്പ് മന്ത്രി അല്പ നിമിഷങ്ങൾക്ക് ശേഷം വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്യുന്നതോടുകൂടി ഈ വർഷത്തെ നെഹ്റു ട്രോഫി ജലമേള ഇവിടെ അവസാനിക്കും. ക്യാപ്റ്റൻ മാത്രം ഇറങ്ങിയാൽ മതിയാവും. ക്യാപ്റ്റൻ ഇറങ്ങിക്കഴിഞ്ഞു. വള്ളം പുറകോട്ട് പോട്ടെ, ആ ചുരുളൻ പുറകോട്ട് പോട്ടെ.
റിസൾട്ട് ദയവായി റിസൾട്ട് ഷീറ്റ് ഇവിടെ എത്തിക്കുക. അതിനുശേഷമായിരിക്കും വിജയികളെ പ്രഖ്യാപിക്കേണ്ടത്. അതുപോലെ വിജയികളായി വന്ന വള്ളങ്ങൾ അവരുടെ ക്യാപ്റ്റന്മാർ മാത്രം അവരിവിടെ വന്നു കഴിഞ്ഞാൽ ക്യാപ്റ്റന്മാർ മാത്രം വേദിയിലേക്ക് വരുവാൻ സമ്മാനദാനം നന്നായി. ഒരു ചിരകാല സ്വപ്നത്തിന്റെ സാഫല്യമാണ് ഇന്ന് ചെറുതനക്കാർക്ക്. കുമരകം ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ ചെറുതന 27-ാം നമ്പർ ചെറുതന ക്യാപ്റ്റൻ രാജു വടക്കേടത്തിന്റെ നേതൃത്വം ചെറുതനയാണ് 52ാമത് നെഹ്റു ട്രോഫിയിൽ 1ാം സ്ഥാനത്തെത്തിയത്. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സായി വളർന്ന നെഹ്റു ട്രോഫി ജലോത്സവമാണ്. ജലോത്സവത്തിന്റെ 52ാം വർഷമാണ് നമ്മളിപ്പോൾ ദർശിച്ചത്. 2ാം സ്ഥാനം ചമ്പക്കുളത്തിന്, 3ാം സ്ഥാനം ജവഹർ തായങ്കേരിക്ക്, 4ാം സ്ഥാനം വെള്ളംകുളങ്ങര. 1ാം സ്ഥാനമായിട്ടുള്ള ചെറുതന ആദ്യമായാണ് നെഹ്റു ട്രോഫിയിൽ മുത്തമിടുന്നതെങ്കിൽ ചമ്പക്കുളം ഇതിനു മുമ്പ് പല പ്രാവശ്യം നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയിട്ടുണ്ട്. 1989-ലും 90-ലും 91-ലും 94-ലും 95-ലും 96-ലും 98-ലും ചമ്പക്കുളമായിരുന്നു വിജയി. അതുപോലെ തന്നെ 1ാം ട്രാക്കിൽ തുടങ്ങിയ ജവഹർ തായങ്കേരി കുമരകം ബോട്ട് ക്ലബിന്റെ ഗോകുലം ഗോപാലൻ ക്യാപ്റ്റനായിട്ടുള്ള ജവഹർ തായങ്കേരിയാണ്. അതുപോലെ തന്നെ 4ാം സ്ഥാനത്തെത്തിയ വെള്ളംകുളങ്ങരയും ഇതിനു മുമ്പ് നെഹ്റു ട്രോഫി ജേതാക്കളാണ് 1988, 2002. ഇത് ചെറുതനയ്ക്ക് എന്തുകൊണ്ട് അഭിമാനിക്കാവുന്ന ഒരു വിജയമാണ്. വള്ളംകളി മേഖലയിലെ ജയൻസ് എന്ന് വിളിക്കാവുന്ന വള്ളങ്ങളെ പിന്നിലാക്കിക്കൊണ്ടാണ് ഈ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ചെറുതന ഇന്ന് വിജയിയായിരിക്കുന്നത്. 17 ചുണ്ടൻ വള്ളങ്ങളെ പിന്നിലാക്കി മൊത്തം 53 കളിവള്ളങ്ങളാണ് ഇന്ന് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ പങ്കെടുത്തത്. നെഹ്റു ട്രോഫി ബോട്ട് റേസ് കമ്മിറ്റിയുടെ ചെയർമാൻ കളക്ടർ ഡോക്ടർ KM രാമാനന്ദൻ വിജയികളെ പ്രഖ്യാപിക്കുന്നു. ചുണ്ടൻ ഫൈനൽ 1ാം സ്ഥാനം ചെറുതന ക്യാപ്റ്റൻ രാജു വടക്കത്ത് കുമരകം ടൗൺ ബോട്ട് ക്ലബ്. 2ാം സ്ഥാനം ചമ്പക്കുളം ജെയിംസ് കുട്ടി ജോസഫ് തെക്കേക്കര കോട്ടയം തിരുവാർപ്പ് ബോട്ട് ക്ലബ്. 3ാം സ്ഥാനം വെള്ളംകുളങ്ങര ചാലക്കുട്ടി ചെറിയാച്ചൻ ചിങ്ങവനം കോട്ടയം നാട്ടകം ബോട്ട് ക്ലബ്. 4ാം സ്ഥാനം ജവഹർ തായങ്കരി ഗോകുലം ഗോപാലൻ കുമരകം ബോട്ട് ക്ലബ് 4ാം സ്ഥാനം. ഇവിടെ സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ
കഴിഞ്ഞിരിക്കുന്നു. വിജയികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിന്റെ ക്യാപ്റ്റന്മാർ ഇവിടെ വരണം. ചെറുതല ചുണ്ടനാണ് ഒന്നാം സ്ഥാനം. ഒന്നാം സ്ഥാനം നേടിയ ചെറുതല ചുണ്ടൻ 10,000 പേരോളം പ്രവചന മത്സരത്തിൽ പങ്കെടുത്തെടുത്തു. അതിൽ 300 പേരാണ്, ഏതാണ്ട് 300 പേര് ചെറുതല ചുണ്ടൻ ജയിക്കുമെന്ന കാർഡുകൾ അയച്ചിരുന്നു. ആ 300 കാർഡുകൾ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ മുമ്പിൽ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ഒരു പെട്ടിയിൽ ഇട്ട് അത് നറുക്കെടുത്തുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഗൗരിയമ്മയുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ ജി കാർത്തികേയൻ എടുത്ത നറുക്ക് ചെറുതല ചുണ്ടൻ ജയിക്കുമെന്ന് പറഞ്ഞത് 300 പേര് പറഞ്ഞിട്ടുണ്ട്. പബ്ലിസിറ്റി കമ്മിറ്റിയും സുബ്രഹ്മണി അയ്യർ, വടോക്ക് നെടുമ്പള്ളിൽ മഠം, ചെറുതന PO ചെറുതന. എസ് സുബ്രഹ്മണ്യ അയ്യർ ചെറുതന. 10,000 പേരാണ് പ്രവചന മത്സരത്തിൽ പങ്കെടുത്തത്. 10,000 പേരിൽ 300 പേരോളം ചെറുതല ചുണ്ടൻ ജയിക്കുമെന്ന് പറഞ്ഞു. ആ ചെറുതല ചുണ്ടൻ ജയിക്കുമെന്ന് പറഞ്ഞവരുടെ കാർഡുകൾ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ കാർത്തികേയൻ അതിൽ നിന്നൊരു നറുക്കെടുത്ത് ജയിച്ചിരിക്കുന്ന ശ്രീ സുബ്രഹ്മണ്യ അയ്യർ ചെറുതലക്കാരൻ തന്നെ. ജയിക്കുമെന്ന് ചെറുതലക്കാരൻ തന്നെ പറഞ്ഞു. ചെറുതലക്കാരൻ ശ്രീ സുബ്രഹ്മണ്യ അയ്യർക്ക് 1 പവൻ സ്വർണം പാലത്ര ഫാഷൻ ജുവലേഴ്സും പബ്ലിസിറ്റി കമ്മിറ്റിയും ചേർന്ന് ഇന്ന് തന്നെ പിന്നീട് നൽകുന്നതായിരിക്കും. ശ്രീ രാജു വടക്കരത്ത് ക്യാപ്റ്റൻ, നെഹ്റു ട്രോഫിയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ നെഹ്റു ട്രോഫി മത്സരത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ചെറുതല ചുണ്ടന്റെ ക്യാപ്റ്റൻ ശ്രീ രാജു വടക്കരൻ. ശ്രീ രാജു വടക്കരത്ത് ശ്രീമതി കൈലാഗരിയിൽ നിന്ന് നെഹ്റു ട്രോഫി ഏറ്റുവാങ്ങുന്നു. നിർമ്മിച്ച നെഹ്റു ട്രോഫി ആലപ്പുഴയുടെ പ്രിയപ്പെട്ട മന്ത്രി ശ്രീമതി KR ഗൗരിയമ്മയുടെ കൈകളിൽ നിന്ന് ശ്രീ രാജു വടക്കരത്ത് ഏറ്റുവാങ്ങുന്നു. ഒന്നാം സ്ഥാനം ചെറുതല ചുണ്ടന്റെ ക്യാപ്റ്റൻ ശ്രീ രാജു വടക്കരത്ത് ഉടനെ എത്തിച്ചേരുക. നമ്മുടെ അതിഥികൾ എല്ലാവരും അവരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ MLA-മാരായ ശ്രീ KC വേണുഗോപാൽ, ശ്രീ D സുഗതൻ, ശ്രീ KK ഷാജു, MP-മാരായ ശ്രീമതി CS സുജാത, ഡോക്ടർ KS മനോജ് തുടങ്ങിയ ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ, ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ, കാർഷിക വകുപ്പ് മന്ത്രി ശ്രീമതി KR ഗൗരിയമ്മ, ചെറുതല ചുണ്ടന്റെ ക്യാപ്റ്റൻ രാജു വടക്കേടത്തിന് രാജു വടക്കത്ത് ക്യാപ്റ്റൻ ദയവായി വേദിയിലേക്ക് കടന്നു വരിക. മറ്റ് ക്യാപ്റ്റന്മാരും 2, 3, 4 സ്ഥാനങ്ങൾ നേടിയ ക്യാപ്റ്റന്മാർക്കും ഇവിടെ നിന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയിൽ നിന്ന് തന്നെ സമ്മാനങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. 2, 3, 4 സ്ഥാനങ്ങൾ നേടിയ ക്യാപ്റ്റന്മാർ. 1 ശ്രീ രാജു വടക്കത്ത് ചെറുതല ചുണ്ടലിലെ തുഴക്കാർ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ക്യാപ്റ്റൻ ഉടൻ തന്നെ വേദിയിലേക്ക് വരണം. ശ്രീ രാജു വടക്കത്ത് പറഞ്ഞപ്പോ വടക്കത്ത് അത് ആളെവിടാ നിൽക്കുന്ന ആളെ കയറ്റിപ്പോയിക്കൊണ്ടു പോന്നെ ഒന്നും കൂടെ അനൗൺസ് ചെയ്തേ. ചെറുതല വള്ളത്തിന്റെ ക്യാപ്റ്റൻ ശ്രീ രാജു വടക്കത്ത് എത്രയും വേഗം ഈ സ്റ്റേജിൽ എത്തിച്ചേരേണ്ടതാണ്. ശ്രീ രാജു വടക്കത്ത്
ഈ പവലിയൻ കിഴക്കേക്കരയാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക ദയവായി. രാജു വടക്കടത്ത്, ചെറുതല വള്ളത്തിന്റെ ക്യാപ്റ്റൻ രാജു വടക്കടത്ത് ദയവായി ഇവിടെ എത്തിച്ചേരുക. ബഹുമാനിയായ നമ്മുടെ മന്ത്രിക്ക് നിങ്ങൾക്ക് സമ്മാനദാനം നൽകി പോകേണ്ടതാണ്. ദയവായി വേഗം വരിക. VIP പവലിയൻ എത്രയും പെട്ടെന്ന് എത്തിച്ചേരേണ്ടതാണ്. ചീഫ് കോർഡിനേറ്റർ ശ്രീ തോമസ് ചാണ്ടിയുടെ സേവനം ആവശ്യമാണ്. ക്യാപ്റ്റനെ ഉടനെ ഇവിടെ എത്തിച്ചു തരണം.